പ്രപഞ്ചത്തിൻ്റെയും പ്രപഞ്ചത്തിനകത്തുള്ള സൃഷ്ടിജാലങ്ങളുടെയും ഒക്കെ സൃഷ്ടിപ്പിൻ്റെ യുക്തിഭദ്രതയിൽ ഒരു സൃഷ്ടാവ് ഉണ്ടാവണമെന്ന യുക്തി കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഒരു കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു സൃഷ്ടിപ്പിൻ്റെയും അഭാവത്തിൽ പ്രപഞ്ചം ഇന്ന് കാണുന്നത് പോലെ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും ഗോളങ്ങളും സൃഷ്ടിജാലങ്ങളും ഒക്കെ ഇന്ന് കാണുന്നത് പോലെ ഏകദേശം പരിപൂർണതയോട് അടുത്ത ഒരു രീതിയിൽ നിലനിൽക്കുക അസാധ്യമാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെ വരുമ്പം പരസ്പരം വൈരുദ്ധ്യങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒന്നൊന്നിനെ തകർക്കാത്ത രീതിയിലുള്ള വ്യവസ്ഥിതികൾ പരസ്പരം ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് തന്നെ തികച്ചും വ്യത്യസ്തങ്ങളായ ഈ വ്യവസ്ഥിതികളെ ആസൂത്രണം ചെയ്യുന്ന, അതിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന, അതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ്, ഒരു ആസൂത്രകൻ, ഒരു നിയന്താവ് ഉണ്ടാവണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പറഞ്ഞു, യാദൃശ്ചികത എന്നത് നമുക്ക് ഒന്നിലേക്കോ അപൂർവം ചിലതിലേക്കോ അല്ലാതെ എല്ലാത്തിലേക്കും ആരോപിക്കാൻ കഴിയില്ല. എല്ലാം യാദൃശ്ചികത ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു യാദൃച്ഛികത എന്ന വിശകലനത്തിൽ പെടാത്ത, ആ നിർവചനത്തിൽ പെടാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് നമുക്ക് പറഞ്ഞു. മനുഷ്യ ശരീരവും ശരീരത്തിനകത്തുള്ള വ്യവസ്ഥിതികളും അത് മുമ്പോട്ട് പോകുന്ന പെർഫെക്ഷൻ, അതിന്റെ പ്രവർത്തനത്തിന്റെ പരിപൂർണത, അത് ഒരാസൂത്രകനിൽ നിന്ന് മാത്രം ഉണ്ടായതാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ജീവജാലങ്ങൾ, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ വ്യവസ്ഥിതികളും പ്രപഞ്ചമാകമാനം, അതിനപ്പുറം ഓരോ ജീവിജാലങ്ങളിലെയും എതിർ ലിംഗങ്ങൾ പരസ്പരം പൂരകങ്ങളായി നിലകൊള്ളുന്നു എന്ന ഒരു സത്യത്തിൽ ഒന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ലൈംഗിക ശാസ്ത്രം പറയുന്നു, പുരുഷൻ അത് മനുഷ്യനിലായാലും മൃഗങ്ങളിലായാലും സസ്യങ്ങളിലായാലും സ്ത്രീ പുരുഷന് പരിപൂർണമായ മാച്ചാണ്. മനുഷ്യനിലെ സ്ത്രീ മനുഷ്യ പുരുഷന് പരിപൂർണമായ മാച്ചാണ്, ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും. അതേപോലെ തന്നെ മൃഗങ്ങളിലെ സ്ത്രീലിംഗം പുരുഷലിംഗത്തിന് പരിപൂർണമായി മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. ഓരോ ആൾക്കും മനസ്സിൽ ഭാവനയിൽ കാണാൻ കഴിയുന്നതേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ. ശാരീരിക പ്രത്യേകതകൾ പോലും അത്ര ഒന്നിന് മാച്ചാകുന്ന രീതിയിലാണ്. സ്ത്രീക്ക് മാതാവാകാൻ ചേർന്ന രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ഒരു ഗവേഷണത്തിൽ കണ്ടെത്തി, പെപ്സി കുടിക്കുമ്പോൾ സ്ത്രീകളുടെ ഇടുപ്പല്ല് തേഞ്ഞു പോകുന്നു, പുരുഷന്റെ ഇടുപ്പല്ല് തേയുന്നില്ല. പുരുഷനും സ്ത്രീയും മനുഷ്യൻ തന്നെ, പക്ഷേ സ്ത്രീയുടെ ഇടുപ്പല്ല് തേഞ്ഞു പോകുന്നു. വലിയ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് പെപ്സി എന്ന പാനീയത്തിനെതിരെ. പെപ്സി എന്ന പാനീയം നമ്മുടെ വിഷയമല്ല, അത് നമുക്ക് ദോഷം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഈ ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ, ഈ സത്യം പറയുന്നത് സ്ത്രീയുടെ ഇടുപ്പല്ലിനെ അത് ബാധിക്കുന്നു. നമുക്ക് നോക്കിയാൽ സ്ത്രീയും പുരുഷനും ശാരീരികമായി ഒന്നാണ് എന്ന് തോന്നിയാൽ, ആന്തരികമായെങ്കിലും ഒന്നാണെന്ന് തോന്നിയാൽ സ്ത്രീയുടെ ഈ ഇടുപ്പല്ലിന് എന്തുകൊണ്ട് മാറ്റമുണ്ടായി എന്ന് ചിന്തിക്കണം. എന്ന് മാത്രമല്ല, അത് ഒരു സ്ത്രീയുടെ ഇടുപ്പല്ലിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഭൂലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും ഇടുപ്പല്ലിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തോ കെമിക്കൽ പെപ്സിക്കകത്തുണ്ട്. അഥവാ പെപ്സി എന്ന പാനീയത്തിനകത്ത്, ഈ പാനീയത്തിനകത്ത് അവർ രുചിക്ക് വേണ്ടിയോ മറ്റെന്തിനോ വേണ്ടിയോ മിക്സ് ചെയ്യുന്ന ഒരു കെമിക്കൽ സ്ത്രീയുടെ ശരീരത്തിലെ ഇടുപ്പല്ലിനെ ബാധിക്കുന്നു. എല്ലാ സ്ത്രീയുടെയും ശരീരത്തിലെ ഇടുപ്പല്ലിനെ ബാധിക്കുന്നു. എന്നാൽ അത് പുരുഷന്റെ ശരീരത്തിലെ ഇടുപ്പല്ലിനെ ബാധിക്കുന്നില്ല. തികച്ചും കൃത്യമാണ്. പുരുഷനൊക്കെ ഒരേ രീതിയിൽ ഉണ്ടായിരിക്കുന്നു, സ്ത്രീയൊക്കെ ഒരേ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന വാക്ക് ഞാൻ ഒഴിവാക്കുകയാണ് ബോധപൂർവം.
ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. ഇതിനെ നമുക്ക് യാദൃച്ഛികത എന്ന് പറയാൻ പറ്റുമോ? എല്ലാ പുരുഷന്റെ ഇടുപ്പിലും ഒരേപോലെ ഉണ്ടാകുന്നത് യാദൃച്ഛികതയാണോ? അങ്ങനെയാണെങ്കിൽ എന്താ യാദൃച്ഛികത? യാദൃച്ഛികം എന്ന് പറയുന്നത് സാധാരണ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അപ്രതീക്ഷിതമായി നടക്കുന്ന ഒന്നിനെയാണ് യാദൃച്ഛികം എന്ന് പറയുക. അസാധാരണമായ ഒന്നിനെയാണ് യാദൃച്ഛികം എന്ന് പറയുക. ഇവിടെ അസാധാരണമായതല്ല, എല്ലാ സ്ത്രീയുടെയും ഇടുപ്പല്ല് ഒരേപോലെ, എല്ലാ പുരുഷന്റെയും ഇടുപ്പല്ല് ഒരേപോലെ. എന്തിനാ ഈ സ്ത്രീക്ക് ഈ ഇടുപ്പല്ലിന് ഈ ഘടന നൽകിയത് എന്ന് ശാസ്ത്രം തന്നെ പിന്നെ വിശദീകരിക്കുന്നു. സ്ത്രീയാണ് മനുഷ്യകുലത്തിന്റെ ഉൽപ്പത്തിക്ക്, മനുഷ്യകുലം നിലനിൽക്കുന്നതിന് ആവശ്യമായ പ്രധാന ഘടകം. അഥവാ മാതൃത്വം കുടികൊള്ളുന്നത് സ്ത്രീയിലാണ്, പുരുഷനിലല്ല. ആ മാതൃത്വത്തിന്റെ നിദാനമായ പ്രസവം എന്ന കർമ്മം നടക്കണമെങ്കിൽ ഈ ഇടുപ്പല്ല് ഫ്ലെക്സിബിൾ ആയിരിക്കണം. എല്ലാ സ്ത്രീയും ജനിക്കുമ്പം തന്നെ യാദൃശ്ചികമായി ഇടുപ്പല്ല് ഫ്ലെക്സിബിൾ ആവുക. എന്തിനെ? വർഷങ്ങൾക്ക് ശേഷം ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭിണിയാവാനും പിന്നെ പ്രസവിക്കാനും വേണ്ട ഇത് യാദൃച്ഛികമായി ഭൂലോകത്തുള്ള കോടാനുകോടി സ്ത്രീകൾ ജനിക്കുമ്പോൾ ഉണ്ടായാൽ അത് യാദൃച്ഛികമാണോ? അല്ല, അതൊരു തീരുമാനത്തിന്റെ, ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ മാത്രമേ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയൂ. കൃത്യമായ ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം അതിന്റെ പുറകിലില്ലെങ്കിൽ ഇവിടെ ഒരു മാറ്റമുണ്ടാവണം. മാറ്റമുണ്ടായാലേ യാദൃച്ഛികത എന്ന് പറയാൻ പറ്റും. ആ അന്വേഷണം മേലോട്ട് ചെന്നാൽ എല്ലാ ഘട്ടത്തിലും യാദൃച്ഛികത അംഗീകരിക്കേണ്ടി വരും. ദൈവത്തെ നിഷേധിക്കണമെങ്കിൽ, ഒരു ആസൂത്രകനെ നിഷേധിക്കണമെങ്കിൽ സൃഷ്ടിപ്പിന്റെ എല്ലാ ഘട്ടത്തിലും എല്ലാ മേഖലയിലും യാദൃച്ഛികത എന്നതിനെ അംഗീകരിക്കണം. സ്ത്രീ ഈ രൂപത്തിലായത് യാദൃച്ഛികം. പുരുഷന്റെ ശരീരത്തിനും പുരുഷന്റെ മനസ്സിനും ഇണങ്ങുന്ന രീതിയിലാണ് സ്ത്രീയെങ്കിലും സ്ത്രീയുടെ ശരീരത്തിനും സ്ത്രീയുടെ മനസ്സിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ചേരുന്ന രീതിയിൽ, പരിപൂർണമായി ബ്ലെൻഡ് ചെയ്യാവുന്ന രീതിയിൽ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പം അതിന്റെ തലം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശാരീരികമായി പോലും സ്ത്രീയും പുരുഷനും പരസ്പരം പരിപൂർണമായി ബ്ലെൻഡ് ചെയ്യാം. ആ രീതിയിലാണ് ശാരീരികമായി പോലും സ്ത്രീയും പുരുഷനും കിടക്കുന്നത്. എന്നാൽ എത്ര തന്നെ മുന്നോട്ട് പോയാലും, എത്ര തന്നെ സ്വവർഗരതിയെ ന്യായീകരിച്ച് പറഞ്ഞാലും ഒരു പുരുഷന് പരിപൂർണമായി മറ്റൊരു പുരുഷനിൽ ബ്ലെൻഡഡ് ആവാൻ കഴിയില്ല. ഒരു സ്ത്രീക്ക് പരിപൂർണമായി മറ്റൊരു സ്ത്രീയിൽ ബ്ലെൻഡഡ് ആവാൻ കഴിയില്ല. അത് സ്ത്രീയും പുരുഷനും തമ്മിലേ പറ്റൂ. എല്ലാ സ്ത്രീക്കും ഈ പ്രത്യേകതയുണ്ട്, എല്ലാ പുരുഷനും ഈ പ്രത്യേകതയുണ്ട്. ഇവിടെ അത് യാദൃച്ഛികം എന്ന് പറഞ്ഞ് സമ്മതിച്ചാലേ മേലെ എത്തുമ്പം ദൈവമെന്ന ഒരു യാദൃച്ഛികതയെ നിഷേധിക്കാൻ പറ്റൂ. എന്നാൽ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നത് ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ പ്ലാനിങ്ങിലൂടെ പോയി മേലോട്ടെത്തുമ്പം ഈ സൃഷ്ടിപ്പിന്റെ മുഴുവൻ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെയും തലപ്പത്ത് ഒരു ശക്തിയെ കാണാം, ഒരു പ്രഭാവത്തെ കാണാം. ആ പ്രഭാവം അത് മാത്രമാണ് യാദൃച്ഛികം. അത് അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ്, ആരുടെയും പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായതല്ല. അത് മറ്റാരും ഉണ്ടാക്കിയതല്ല, അത് സ്വയംഭൂവാണ്. ഒരർത്ഥത്തിൽ യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ സ്വയംഭൂ എന്ന് തന്നെ പറയണം. മറ്റാരും പ്ലാൻ ചെയ്യാതെ തനിയെ ഉണ്ടാവുന്നതിനെയാണല്ലോ യാദൃച്ഛികം എന്ന് പറയുക. മറ്റൊരാളും പ്ലാൻ ചെയ്യാതെ തനിയെ ഉണ്ടാവുന്നതിനെയാണ് യാദൃച്ഛികം എന്ന് പറയുക. അങ്ങനെ ഒരു ശക്തി, അതിന് ദൈവമെന്ന് വിളിക്കണോ, ഈശ്വരൻ എന്ന് വിളിക്കണോ, അല്ലാഹ് എന്ന് വിളിക്കണോ, കർത്താവ് എന്ന് വിളിക്കണോ, ഗോഡ് എന്ന് വിളിക്കണോ, ഭഗവാൻ എന്ന് വിളിക്കണോ, എന്തും വിളിക്കാം. അത് വിളിക്കുന്നതിലല്ല കാര്യം. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്, അത് യാദൃച്ഛികമാണ്. അത് മറ്റാരും പ്ലാൻ ചെയ്തതല്ല, അത് സ്വയം ഉണ്ടായതാണ് എന്ന് അംഗീകരിക്കുന്നതിനേക്കാൾ വലിയ, അത് യുക്തിയില്ലായ്മയാണെങ്കിൽ അതിനേക്കാൾ വലിയ യുക്തിയില്ലായ്മയാണ് ഓരോ സൃഷ്ടിയും യാദൃച്ഛികമാണ് എന്ന് പറയേണ്ടി വരിക. ഓരോ സൃഷ്ടിയും, ഭൂമിയിൽ 75% അധികം ജലമുണ്ടായത് യാദൃച്ഛികം. പക്ഷെ അങ്ങനെ ഉണ്ടായാലേ മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയും. പക്ഷെ അത് യാദൃച്ഛികം. മനുഷ്യനുണ്ടായതും യാദൃച്ഛികം,
സസ്യങ്ങൾ ഉണ്ടായതും യാദൃശ്ചികം. ഇതിനകത്തുള്ള അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവോ അതും യാദൃശ്ചികം. പക്ഷെ അതുണ്ടായാലേ ജീവികൾക്ക് ജീവിക്കാൻ കഴിയും. ഇങ്ങനെ കോടാനകോടി യാദൃശ്ചികതകളെ അംഗീകരിക്കലാണോ, അല്ല തലപ്പത്ത് ഒരു യാദൃശ്ചികതയെ അംഗീകരിക്കലാണോ യുക്തി? ഏതാ യുക്തി? മനുഷ്യന്റെ യുക്തിക്ക് ചേരുന്നത് ഏതാണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെയാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞ, ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യത്തിന്റെ പ്രസക്തി. എന്താ അദ്ദേഹം പറഞ്ഞത്? യുക്തിവാദത്തിലെ യുക്തിയില്ലായ്മ തിരിച്ചറിയാതെ പോയതാണ് യുക്തിവാദികളുടെ പരിമിതി. അതിൽ യുക്തിയില്ല, യുക്തി ഇതിലാണ്. ഞാൻ പറയും, യഥാർത്ഥ യുക്തിവാദം ഇസ്ലാമാണ്. യഥാർത്ഥ യുക്തിവാദം ഇസ്ലാമാണ്. ഇസ്ലാമിൽ യുക്തിയില്ല എന്ന് വാദിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. യുക്തിചിന്ത ഇസ്ലാമിന് പാടില്ല. എന്നാൽ ഖുർആൻ മുട്ടിന് പറയും, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കൂ. ചിന്തിച്ചിട്ട് എന്താ കണ്ടെത്തേണ്ടത്? ചിന്തിച്ചിട്ട് കണ്ടെത്തേണ്ടത് യുക്തിയാണ്. ചിന്തിച്ചിട്ട് കണ്ടെത്തുന്നതിനെയാണ് യുക്തി എന്ന് പറയാ. ഖുർആൻ പ്രേരിപ്പിക്കുന്നത് യുക്തിയിലേക്ക് എത്താനാണ്. അതുകൊണ്ട് ഇസ്ലാമാണ് യഥാർത്ഥ യുക്തി. യഥാർത്ഥ യുക്തിവാദം ഇസ്ലാമാണ്. ആ യുക്തിയുടെ പരിപൂർണത ഒരാസൂത്രകൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിലാണ്, ഇല്ല എന്ന് വിശ്വസിക്കുന്നതിലല്ല. ആ വിശ്വാസം പരിപൂർണമാവണമെങ്കിൽ അറിവിലേക്ക് എത്തണം. അറിവിന്റെ പിൻബലമുള്ള ഒരു വിശ്വാസമായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾ കൊണ്ട് നമ്മൾ ഈ ചിന്തയുടെ പല മേഖലകളിലേക്കും പോവുകയുണ്ടായി. പല മേഖലകളിലും വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, ഒരാസൂത്രകൻ ഉണ്ടായേ പറ്റും. ഒരാസൂത്രകൻ, ഒരു തുടക്കം ഉണ്ടായേ പറ്റൂ. ഒരു തുടക്കക്കാരൻ ഉണ്ടായേ പറ്റൂ. നമ്മൾ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രത്യേകതയിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായ ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ എന്ത് സംഭവിക്കും? അത് തനിയെ കരിയും കുറച്ച് കഴിയുമ്പോൾ, ഇല്ലേ? അതാരെങ്കിലും തുന്നിക്കെട്ടിയാൽ മാത്രമേ കരിയൂ എന്നുണ്ടോ? ഇല്ല. ഈ കരിയുക എന്ന പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നു? ഇനി അതിരിക്കട്ടെ, അത് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം. ഇനി മനുഷ്യർ രൂപമാറ്റം നൽകി സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന പല സാധനങ്ങളുമുണ്ട് ഭൂമിയുടെ മേലെ. ഇപ്പോ ഈ മൊബൈൽ ഫോൺ, ഇതൊന്ന് നിലത്ത് വീണ് പൊട്ടി എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എത്ര കാലം ഉപ്പിലിട്ട് വെച്ചാലും എന്ത് മരുന്ന് പുരട്ടിയാലും ഇത് നേരെയാവോ? അതുമോ? ഇല്ല. ഇവിടെ തന്നെ വളരെ വലിയൊരു വ്യത്യാസം കാണാൻ നമുക്ക് കഴിയും. വളരെ വലിയ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ ശാസ്ത്രജ്ഞൻ, എത്ര വലിയ ഫാക്ടറി ഉണ്ടാക്കിയ ഒരു സാധനത്തിനും ഒരു പോരായ്മ ബാക്കിയുണ്ട് എന്നല്ലേ അത് തെളിയിക്കുന്നത്? ഒരു പോരായ്മ, അല്ലേ? എന്തെങ്കിലും ഈ ഭൂലോകത്തുള്ള മനുഷ്യരുണ്ടാക്കിയ അല്ലെങ്കിൽ സൃഷ്ടികൾ നിർമ്മിച്ച ഒരു വസ്തുവിന്റെയും ഒരു പോറൽ പോലും തനിയെ മാറുന്നില്ല, ഇല്ലേ? നമ്മളൊക്കെ കൊച്ചായിരുന്നപ്പോ എത്രമാത്രം മുറിവുകൾ നമ്മുടെ ശരീരത്തിൽ പറ്റിയിട്ടുണ്ട്. പലതിന്റെയും പാടുകൾ പോലും ഇപ്പൊ ഇല്ല. ശരീരത്തിൽ ഉണ്ടോ? പാടുകൾ പോലും ഇപ്പൊ കാണാനില്ല. എവിടെ പോയി? എങ്ങനെ പോയി? ആര് മാറ്റി? എങ്ങനെ മാറി? പറഞ്ഞാൽ ഇതിനൊരു ചൈതന്യമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. ഈ ചൈതന്യവത്തായ ഒന്നിനെയും ഇന്നേ വരെ ഈ ഭൂമിയിൽ ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം പ്രകൃതിയിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് മനുഷ്യനോ സൃഷ്ടികൾ ഉണ്ടാക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമുണ്ട് എന്നാണ് കാണാൻ കഴിയുക. ആ വ്യത്യാസം നൽകാൻ കഴിയുന്ന ഒരു പ്രഭാവം ഇതിന്റെ പുറകിലുണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരും. ആ വ്യത്യാസം നൽകാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല ഇന്നേ വരെ. ഒരു വസ്തുവിനും. കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്, റോബോട്ടിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്നാലും ഇന്റലിജന്റ് റോബോട്ട് എന്ന് പേരിടാമെന്നല്ലാതെ ഇന്നേ വരെ സ്വയം ചിന്തിക്കുന്ന ഒരു റോബോട്ട് ഉണ്ടായിട്ടില്ല ഈ ഭൂലോകത്ത്. അതിന്റെ സൃഷ്ടാവിനോട്, അതിനെ നിർമ്മിച്ച ഫാക്ടറിയോട്, അതിനെ കണ്ടെത്തിയ ആളോട് സംസാരിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഇതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാൻ അതിന് കഴിയില്ല, അതിനപ്പുറത്തേക്കൊന്ന് പ്രവർത്തിക്കാൻ അതിന് കഴിയുന്നില്ല. ഈ റോബോട്ടിനെ ഒരു പരിക്ക് പറ്റിയാൽ ആര് റിപ്പയർ ചെയ്യണം? അതിന്
അറിയാവുന്ന ഒരു മെക്കാനിക് റിപ്പയർ ചെയ്യണം. പക്ഷെ മനുഷ്യന്റെ ശരീരത്തിൽ, മൃഗങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പോറലുകൾ തനിയെ മാറുന്നു എന്നിടത്ത് ഞാൻ അവിടെ ദൈവം വന്നതിനെ മാറ്റുന്നു എന്ന് വാദിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ മനുഷ്യന്റെ ഇടപെടലില്ലാതെ, ഭൗതികമായ ഒരു ഇടപെടലില്ലാതെ അതിനകത്ത് എങ്ങനെ ഒരു മാറ്റം വരും? ഇതിനൊരു കാരണം പറഞ്ഞു തരണ്ടേ? അവിടെയല്ലേ യുക്തി കിടക്കുന്നത്? ആ ചിന്തയാണ് ഞാൻ പറയുന്നത്. അതിനെയും അവസാനം പറഞ്ഞ യാദൃച്ഛികത എന്ന് പറയേണ്ടി വരും. മനുഷ്യന്റെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഈ ചൈതന്യം, ഈ പ്രഭാവം, ജീവൻ, ആത്മാവ്, എന്ത് വേണവും പേര് വിളിച്ചോട്ടെ, ആ സാധനം എങ്ങനെയുണ്ടായി? യാദൃച്ഛികം. ആരിലൊക്കെ ഉണ്ടത്? ഈ ഭൂമിയുടെ മേലെയുള്ള വളരുന്ന, ചലിക്കുന്ന എല്ലാത്തിലും ഉണ്ട് ആ പ്രഭാവം. എവിടെ നിന്ന് വന്നു? ഇതൊക്കെ ഒരേ സ്വഭാവത്തിൽ വരുമ്പം ഒരേ സോഴ്സിൽ നിന്ന്, ഒരേ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കലാണോ യുക്തി? അല്ലാതെ യാദൃച്ഛികമായി എവിടെ നിന്നൊക്കെയോ വന്നു എന്ന് വിശ്വസിക്കലാണോ യുക്തി? ഏതാ യുക്തി? ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇതിനകത്തുള്ളതെല്ലാം ഒരേ സ്വഭാവം. എല്ലാ മനുഷ്യന്റെ ജീവനും ഒരേ സ്വഭാവം. മനുഷ്യന്റെ സ്വഭാവത്തിന് ഒരേ സ്വഭാവം എന്നല്ല പറഞ്ഞേ, ജീവന് ഒരേ സ്വഭാവം. മനുഷ്യന് ഒരേ സ്വഭാവം എന്ന് ഞാൻ പറഞ്ഞില്ല. അവന്റെ ജീവന് ഒരേ സ്വഭാവം, ഒരേ പ്രത്യേകത, ഒരേ രീതി. അവന്റെ ജീവന് 700 കോടിയിലധികം മനുഷ്യർ ഭൂമിയിലുണ്ടെങ്കിൽ ഈ 700 കോടിയിലധികം മനുഷ്യന്റെയും ജീവൻ ഒരേ ശൈലിയിൽ പ്രവർത്തിക്കുന്നു, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നിട്ട് യുക്തിക്ക് വേണ്ടി നമ്മൾ എന്ത് പറയണം? ഇതെല്ലാം യാദൃച്ഛികമായി ഉണ്ടായതാണ്. എന്നാൽ യാദൃച്ഛികമായി ഉണ്ടായ, യാദൃച്ഛികത എന്ന വാക്കിനെ ആദ്യം മനസ്സിലാക്കണം. യാദൃച്ഛികം എന്ന വാക്ക് അത്ര ലളിതമായിട്ട് എടുക്കാൻ പാടില്ല. യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം അതിന്റെ പുറകിൽ ഒരു ആസൂത്രണം, ഒരു പ്ലാനിങ് ഇല്ലാത്തത് എന്നാണ്. ആ അർത്ഥത്തിലാണ് പരമമായ ശക്തിയെ യാദൃച്ഛികം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അതിന്റെ പുറകിൽ ഒരു പ്ലാനിങ് ഇല്ല. ആ ശക്തിയുടെ പുറകിൽ ഒരു പ്ലാനിങ് ഉണ്ടാവേണ്ട ആവശ്യമില്ല. എന്നാൽ ബാക്കി ഭൂലോകത്തുള്ള കോടാനക്കോടി പദ്ധതികളുടെയും സൃഷ്ടികളുടെയും പുറകിൽ ഒരു പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ യാദൃച്ഛികം എന്ന് പറയുന്നിടത്താണ് അബദ്ധം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ വരുമ്പം ഒരു ശക്തി, ഒരു പ്രഭാവം, ഒരു ചൈതന്യം, എന്ത് പേര് വിളിച്ചാലും ശരി, അത് അപൂർണമാണ്. അതിനെ എന്ത് വിളിച്ചാലും അത് അപൂർണമാണ്. പക്ഷെ എന്തെങ്കിലും വിളിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പ്രഭാവം, ഒരു ചൈതന്യം ഇതിന്റെ പുറകിൽ ഉണ്ടായേ പറ്റൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനിയാണ് രണ്ടാമത്തെ വിലപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. എന്താ? ഇത് ഒരെണ്ണമാണോ? ഇല്ല എന്നത് തള്ളിക്കളയേണ്ടി വരുന്നു. ഉണ്ട് എന്ന് സമ്മതിക്കണം. ഉണ്ടെങ്കിൽ എത്ര എണ്ണം? അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ 3-4 ദിവസം മുമ്പ് ഒരു വീട്ടിൽ, ഒരു യാദൃശ്ചികമായ ഒരു വീട്ടിൽ പോയ സമയത്ത് ഒരാളുടെ കാല്, ഈ കാലിന്റെ പുറകുവശം പൊട്ടുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, വിണ്ട് കീറുക, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അവിടെയുള്ള ഒരാൾക്ക്. അപ്പൊ പറയുമ്പോ എനിക്കറിയാവുന്ന എന്റെ ഒരു നാട്ടറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ കാലിൽ വരയ്ക്കുന്ന ഒരു കല്ലുണ്ട്, വാങ്ങാൻ കിട്ടും. എന്തോ പേരും പറയും അതിന്, എനിക്ക് പേരറിയില്ല. എന്താ ക്യൂബിക് സ്റ്റോൺ എന്നോ എന്തോ ആട്ടെ. ആ സാധനം ഉരച്ചാൽ ഒരു മാറ്റം ഉണ്ടാവാറുണ്ട് സാധാരണ. ഇപ്പൊ ഡോക്ടർമാർ അത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇതിങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്പം കാല് നനച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇത് ഉപയോഗിക്കുകയും കുറേ കാലം ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ ഇത് മാറുന്നുണ്ട്. ഒരു സോഫ്റ്റ്നെസ് കാലിന് കിട്ടുന്നുണ്ട്. ഈ സ്റ്റിഫായ കാലിന്റെ സ്കിൻ, തഴമ്പ് എന്ന് പറയും മലയാളത്തിൽ, അതിങ്ങനെ ഉരച്ചുരച്ച് പോകും. പതുക്കെ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ജോയിന്റ് ആവുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ട് പലയിടത്തും. എന്റെ സ്വന്തം അനുഭവമാണ്. ഞാൻ 3-4 മണിക്കൂർ ചിലപ്പോൾ ഒരു ഹോൾ ഡേ ഒക്കെ ചില സെഷനിൽ നിന്ന് ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ എനിക്ക് വല്ലാതെ പെയിൻ വരും. ആ പെയിൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു മകനുണ്ട് MBBS പഠിക്കുന്നത്, അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നോട്, കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ കാലിൽ വെച്ചിരിക്കുക, പിന്നെ ഈ കല്ലും കൊണ്ട് ഉരച്ചാൽ പോകും. ഞാനത് പ്രാക്ടീസ് ചെയ്തപ്പോൾ പോയി, എനിക്ക് ഗുണം കിട്ടി. ഞാൻ ആ അറിവ് അദ്ദേഹത്തോട് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരാൾ തൊട്ടടുത്തുണ്ടായിരുന്നു. അയാൾ എന്നോട് പറയാണ്, അത് കൃത്രിമമായി ഉണ്ടാക്കുന്ന കല്ലാണ്, മക്കത്ത് നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. സാധാരണ ഹജ്ജിന് പോയവരാണ് തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലാതെ അവിടുത്തെ ഒരു കല്ലൊന്നും അല്ല ഇത്, മക്കത്തെ ഒരു കല്ലൊന്നും അല്ല ഇത് കൃത്രിമമായത് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നല്ല താടിയുണ്ട്, നല്ല ജുബ്ബയുണ്ട്,
ഈ മനുഷ്യൻ എല്ലാ വർഷവും ഹജ്ജിന് പോകുമ്പോൾ അപ്പൊ ഇയാളുടെ ആരാധന ഹജ്ജിനോടാണ്. ആ ആരാധന വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത് മക്കത്തെ പ്രത്യേകതയൊന്നും ഈ കല്ലിന് അവകാശപ്പെടാനില്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുതെന്ന് എന്നോട് പറയാണ്. ചുരുക്കി പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെ മക്കത്തെ പോരിശയൊന്നും ഇതിനില്ല ഈ കല്ലിന്, ഇത് കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഈ കല്ലിന് മക്കത്തെ പോരിശ ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ കല്ലിന് ഇങ്ങനെ ഒരു ഗുണം എന്റെ അനുഭവത്തിലുണ്ട്. ഉടനെ അയാൾ എന്നോട് വാദിക്കാൻ വന്നു, അത് മക്കത്തെ കല്ലാണെങ്കിലല്ലേ അതിനങ്ങനെ ഒരു ഗുണം ഉണ്ടാവും. ഞാൻ പതുക്കെ വലിഞ്ഞു, കാരണം സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്തിന് മറ്റൊരു വിഡ്ഢിയാവണം. ഞാൻ വലിഞ്ഞു. ഇവിടെ ഒന്ന് ചിന്തിക്കണം, ഈ മനുഷ്യന്റെ മനസ്സിൽ എത്ര ദൈവങ്ങളുണ്ട്, ഈ മനുഷ്യന്റെ മനസ്സിൽ എത്ര ദേവന്മാരുണ്ട്, എത്ര ദിവ്യശക്തികളുണ്ട്, ചിന്തിച്ചു നോക്കണം. മക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ വാരണസിയിൽ നിന്ന് കൊണ്ടുവരുന്ന ജലത്തിന് ഒരു ദിവ്യത്വം, അവിടുത്തെ പൂഴിക്ക് ഒരു ദിവ്യത്വം. മനസ്സിലാക്കണം എങ്ങനെ ആ ചിന്തയിലേക്ക് എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് യുക്തിവാദികൾ ദൈവവിശ്വാസികളെക്കാൾ സെക്കോർഡാണിപ്പോ ഒരർത്ഥത്തിൽ. എന്താ കാരണം എന്നറിയോ? ഒരു ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ തെറ്റ് തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർക്ക് ഈ ലോകത്തൊരു സമാധാനമുണ്ട്. ദൈവം ഉണ്ടെന്ന് പറയുന്നവർക്ക് ഇപ്പൊ അതുമില്ല. കാരണം എത്ര ദൈവത്തെ പേടിക്കണം, ഞാൻ ഒന്നേ ഉള്ളൂ. എത്ര ദൈവത്തെ പേടിക്കണം, എത്ര ദൈവത്തെ കരുതിയിരിക്കണം, ഏതൊക്കെ കോലത്തിലാ ദൈവം വരിക ആലോചിച്ച് നോക്കിയേ. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ ഒരു ഫോട്ടോ വന്നു. ഒരു തങ്ങൾ, ഏത് തങ്ങളാന്ന് എന്നോട് ചോദിക്കരുത്, ഒരു തങ്ങളെ പഴയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പൂവമ്പഴം കടലിലേക്ക് എറിയുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അതിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പും. എന്താ? കടലിൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഈ തങ്ങളെ കൈകൊണ്ട് പൂവമ്പഴം കടലിലേക്ക് എറിഞ്ഞാൽ പിന്നെ കടലിൽ മീൻ കുറെ വർദ്ധിക്കും പോലും. നാട്ടുകാരുടെ ഒരു ഉത്സവം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ തങ്ങൾക്ക് ചെറിയ പ്രായമാണ്, 10-20 വയസ്സേ പ്രായമുള്ളൂ ഫോട്ടോയില്. ഈ തങ്ങൾ ഇത് എറിയാൻ തന്നെ പ്രായമായിട്ട് 5-6 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് എന്താ ഇതിന്റെ അവസ്ഥ എന്ന് വെച്ചു. അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ പിതാവ് പതിറ്റാണ്ടുകളായി ചെയ്തു വരുന്നതാണ്. ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിന്റെ കുടുംബം തന്നെ ഉണ്ട്. ഒരു ദൈവമല്ല, ഒരു ഉപ്പദൈവം, ഒരു മകൻ ദൈവം. ഈ മകന്റെ 1 വയസ്സ് പ്രായമുള്ള ദൈവത്തിന്റെ ഫോട്ടോ ഇപ്പൊ ഫേസ്ബുക്കിലുണ്ട്. ഇപ്പോഴേ ബൂസ്റ്റ് ചെയ്ത് തുടങ്ങി ആ ദൈവത്തിന്റെ മകന്റെ 1 വയസ്സ് മാത്രം പ്രായമുള്ള ഫോട്ടോ. നിങ്ങൾക്കൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ആളെ മനസ്സിലാവുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. വിഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. സത്യസായി ബാബ, ശ്രീ, ഔലിയാക്കന്മാര്, അമ്മമാര്, അച്ഛന്മാര്, മരങ്ങള്. കോഴിക്കോട്ട് ജീവിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു തരണ്ട അല്ലെ? കല്ലുകള്, നിൽക്കുന്ന കല്ല്, കിടക്കുന്ന കല്ല് അല്ലേ, എന്തെല്ലാം തരം. മരിച്ചവര്, മരിക്കാത്തവര് അല്ലേ, ഇതൊക്കെ നമുക്ക് കേട്ടറിവുള്ള കാര്യങ്ങളാണ്, കണ്ടറിവുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ ദൈവികത ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവവിശ്വാസികളിൽ ഭൂരിഭാഗവും, മഹാഭൂരിഭാഗവും. ഏത് മതത്തിൽ വിശ്വസിക്കട്ടെ, ഏത് ജാതിയിൽ ആയിരിക്കട്ടെ. സിനിമാ നടൻ സലീം കുമാർ ഒരു സിനിമ എടുക്കുന്നു പോലും ഈ അടുത്ത കാലത്ത്. എന്തോ ഒരു പേര്, പ്രത്യേകമായ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്. ആ പേര്. അപ്പൊ പത്രക്കാർ ചോദിച്ചു, ഈ പേരിന്റെ പുറകിൽ ഒരു ഭാഗ്യചിന്ത ഉണ്ട് എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഈ പേരിന്റെ പുറകിൽ ഒരു ഭാഗ്യചിന്ത ഉണ്ട് എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ആ ചിന്ത കൊണ്ടാണോ നിങ്ങൾ ഈ പേരിട്ടത്? അയാൾ പറയാണ്, ഞാൻ അതുകൊണ്ടല്ല ആ പേരിട്ടത്, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഈ ഭൂലോകത്ത് ധാരാളം വിഡ്ഢികളുണ്ട്. ആ വിഡ്ഢികളിലാണ് എന്റെ വിശ്വാസം. മനസ്സിലാക്കണം, ആ വിഡ്ഢികളിലാണ് എന്റെ വിശ്വാസം. സത്യമാണത്. എന്റെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എറണാകുളം പോയി തിരിച്ചു വരുമ്പോ വഴിയില് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന തങ്ങന്മാരുടെ ഫാമിലിയിൽ എത്തിപ്പെട്ടു അറിയാതെ. ഈ മനുഷ്യൻ അയാളോട് പറഞ്ഞു, പിന്നെ ഞാൻ വല്ലാത്ത ദാരിദ്ര്യത്തിലാണ്. അപ്പൊ അയാള്
1 രൂപ മന്ത്രിച്ചിട്ട് ഇയാളുടെ പോക്കറ്റിൽ വെച്ചു കൊടുത്തു, പേഴ്സിനകത്ത് വെച്ചു കൊടുത്തു. ഇനി ഇത് പുറത്തെടുക്കരുത് എന്ന് പറഞ്ഞു. നിന്റെ പേഴ്സ് നിറഞ്ഞോളൂ. ഞാൻ ചോദിച്ചു, നീ അങ്ങോട്ട് എന്ത് കൊടുത്തു? ഞാൻ അങ്ങോട്ട് 10,000 കൊടുത്തു. അങ്ങോട്ട് 10,000 കൊടുത്തു. ആരാ രക്ഷപ്പെടുക? ദൈവം രക്ഷപ്പെടും. ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലേ? നമ്മുടെ മുമ്പിൽ നടക്കുന്നതാണ് ഇത്. ഇതെല്ലാം നമ്മൾ കാണുന്നതാ, എല്ലാം കാണുന്നതാ. ദൈവത്തിൽ പങ്കുചേർക്കൽ, ശിർക്ക് എന്നൊരു വാക്കാണ് ഇത് പറയാ. അതിന് ഇന്ന് നമ്മൾ കാണുന്നതിന്റെ അപ്പുറത്തേക്ക് വലിയ വലിയ മാനങ്ങളുണ്ട്, വലിയ വലിയ മാനങ്ങളുണ്ട്, വലിയ മാനങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിക്കേണ്ട മാനങ്ങളുണ്ട്. അതിന് പരിശോധിക്കേണ്ട മാനങ്ങളുണ്ട്. ഇതിലൊരു സത്യം എന്താണെന്നറിയോ? ദൈവങ്ങളായി രംഗത്ത് വരുന്നവരൊന്നും ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു ചെറുപ്പക്കാരൻ, പഞ്ചതന്ത്രം കഥയിൽ ഞാൻ വായിച്ചതാ. ഒരു ഉത്സവ പറമ്പിൽ നിൽക്കുമ്പോൾ ഒരു രാജകുമാരി പല്ലക്കിലേറി വരികയാണ്. അതിസുന്ദരിയായ ഒരു രാജകുമാരി. ഇയാളുടെ കൂടെയുള്ളത് ഒരു കാർപ്പന്ററാണ്. ജാതി പേരല്ല ഞാൻ പറയുന്നത്, ഒരു ആശാരിയാണ്, ആശാരിപ്പണി എടുക്കുന്ന ഒരാളാണ്. അയാളാണ് അവിടെ കൂടെയുള്ളത്. ഈ മനുഷ്യൻ ആ രാജകുമാരിയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് അവളെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല, ഞാൻ അത്രയ്ക്കങ്ങ് അവളെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. ആരാപ്പുറത്തുള്ളത്? രാജകുമാരിയാ. ഈ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ, ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇയാൾ ആകെ സങ്കടത്തിലാണ്. അപ്പം ഈ കാർപ്പന്റർ പറഞ്ഞു, നീ അതിനെന്തിനാ സങ്കടപ്പെടുന്നത്? എൻ്റെ അടുത്ത് വഴിയുണ്ട് അതിന്, അത് ഞാൻ ഏറ്റു. ഇയാളാകെ അത്ഭുതപ്പെട്ടു പോയി. എന്താ അതിന് മാർഗം? മാർഗമുണ്ട്. ഇയാള് ഒരു ഗരുഡ രൂപം ഉണ്ടാക്കി കൊടുത്തു. ഗരുഡന്റെ ഒരു രൂപം. അതിന്റെ പ്രത്യേകത, പെരുന്തച്ഛനെ പോലെ പ്രാവീണ്യമുള്ള ഒരു ആശാരി ആയതുകൊണ്ട് ഇയാൾ ഉണ്ടാക്കിയ ഈ ഗരുഡ രൂപം പറക്കും. അങ്ങനെ പറക്കുന്ന ഒരു ഗരുഡ രൂപം ഉണ്ടാക്കിയിട്ട് ഇയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ മഹാവിഷ്ണുവിന്റെ വേഷവും കെട്ടിയിട്ട് ഇതിന്റെ പുറത്ത് കയറിയിട്ട് അവളുടെ മട്ടുപ്പാവിൽ പോയി ഇറങ്ങണം രാത്രിയിൽ. എന്നിട്ട് മഹാവിഷ്ണു ആണെന്ന് പരിചയപ്പെടുത്തിയപ്പെടുത്താൽ മതി, ഗന്ധർവ വിവാഹം നടക്കും, നിന്റെ കാര്യം നേടാം. ഇയാള് രാത്രിയിൽ പോയി. കാര്യം അതേപോലെ നടന്നു. കുറെ ദിവസം ഇത് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായ സ്ത്രീയിലുണ്ടാവുന്ന പെരുമാറ്റത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റം തോഴിമാർക്ക് മനസ്സിലായി. അവർ ചോദിച്ചു, നീ പുരുഷനോട് അടുത്തിടപെടുന്ന പോലെ ഉണ്ടല്ലോ നിന്നെ ഇപ്പൊ കണ്ടാലെന്ന് പറഞ്ഞു. അത് സ്ത്രീകൾക്ക് വേഗം മനസ്സിലാവട്ടോ, എത്ര ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോ അവർക്ക് മനസ്സിലായി. അപ്പൊ ഇവള് പറഞ്ഞു, ഞാൻ പുരുഷനോടെന്ന് പറഞ്ഞാൽ മനുഷ്യനോടല്ല ഞാൻ ഇടപെടുന്നത്, ഞാൻ ഗന്ധർവനോടാണ്. തോഴിമാരടങ്ങി. പക്ഷെ ഈ വാർത്ത അറിയാതെ രാജാവിന്റെ ചെവിയിലെത്തി. എന്താ? മറ്റൊരു പുരുഷനുമായി മകള് ബന്ധപ്പെടുന്നു എന്നുള്ള വാർത്തയാണ് എത്തുന്നത്. അപ്പൊ രാജാവ് രാജ്ഞിയെ വിളിച്ച് ചീത്ത പറഞ്ഞു. സ്വാഭാവികമായിട്ടും മക്കള് പിഴച്ച അച്ഛൻ ആരെയാ ചീത്ത പറയാ? അത് അമ്മയെ പറയൂ. അത് പെണ്ണുങ്ങളെ ഒരു ഗതികേടാ. നന്നായ പറയും എന്റെ മോൻ, പിഴച്ചാലോ നിന്റെ മോൻ. അത് സാധാരണയാണ്. അത് ഏത് രാജാവായാലും അങ്ങനെ പറയും. ഏത് രാജാവായാലും നീ കൊള്ളാത്തതുകൊണ്ടാണ് നിന്റെ മകൾ ഇങ്ങനെ ആയിപ്പോയിരുന്നു. രാജ്ഞി പോയി മകളോട് ചൂടായി. അപ്പൊ മകള് പറഞ്ഞു, അമ്മേ മഹാറാണി, ഞാൻ മനുഷ്യനോടല്ല ബന്ധപ്പെട്ടത്, ഞാൻ ദൈവവുമായുമാണ് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ദൈവകോപം ഉണ്ടാവുമല്ലോ, ദേവശാപം. ഞാനതിനെ പേടിച്ചിട്ടാണ് അതിന് ബന്ധപ്പെട്ടത്. അത് നല്ലതല്ലേ? അപ്പൊ രാജ്ഞി പോയി രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും പോലെയല്ല, നമ്മുടെ നിലവാരം കുറയുകയല്ല, കൂടുകയാണ് ചെയ്തത്. നമ്മളിപ്പോ ആരുമായിട്ടാ ബന്ധം? ഈ ഓരോ വലിയുമായി ബന്ധപ്പെട്ടവന്റെ ഒക്കെ ഉള്ളിലുള്ള വിചാരം ഇതാ, ഞാൻ തങ്ങളുടെ ആളാണ്, ഞാൻ വലിയന്റെ ആളാണ്, അല്ലേ? അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ ആളാണ് എന്ന ചിന്ത ഓരോരുത്തരും. ആ നിലവാര വളർച്ച. രണ്ടാമത്തത്, ഇവര് വീടുന്ന ട്രാപ്പ് മുഴുവനുണ്ട് ഈ കഥയില്. രണ്ടാമത്തത്, ഈ വലിയന്റെ ശാപം, കോപം. അത് തന്നെയാണ് ഈ പെൺകുട്ടിയും പേടിച്ചത്. എന്തിനു വെറുതെ വെറുപ്പിക്കണം? ഉമ്മമാര് മക്കളോട് പറയും, നിനക്ക് മാറി എന്നാ പോലെ, നീ എന്തിനാ അതിനെ എതിർക്കാൻ പോകുന്നു? അങ്ങനെ പറയാ. എന്നാ ആ എതിർക്കാത്തതുകൊണ്ടാണ് ഈ മക്കൾ പോയിട്ട് വീടിൽ നിന്ന് അമ്മ മനസ്സിലാക്കൂല. ഈ രണ്ട് കാരണങ്ങളാലാണ് സാധാരണ പോയി വീഴുക. അവരുടെ സാമീപ്യം, ആ സാമീപ്യം കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന നേട്ടം, അവരുടെ കോപം കൊണ്ടുണ്ടാകുന്ന കോട്ടം. ഇത് തന്നെ ഈ സ്ത്രീക്ക് സംഭവിച്ചത്. അമ്മ പോയിട്ട് രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം പിന്നെ എന്തായെന്നറിയോ?
ഇവര് രാത്രി ഒളിഞ്ഞു നിന്നിട്ട് നോക്കുമ്പോൾ നേരാണ് ഗരുഡന്റെ പുറത്താണ് വരുന്നത്, ഇറങ്ങുന്നത്. ഇങ്ങനെ ഇന്ദ്രജാലങ്ങളൊക്കെ കാണിക്കും ഇവര്. ചിലപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഭസ്മം വരും, അല്ലെങ്കിൽ ഇല്ലാത്ത പോക്കറ്റിൽ നിന്ന് പൈസ വരും. ഇതിനേക്കാളും വലിയ ഇന്ദ്രജാലം കാണിക്കുന്ന ആള് വേറെയുണ്ട്. ഈ അമ്പലം തന്നെ വിഴുങ്ങുന്ന മജീഷ്യൻ വേറെയുണ്ട്. അവരിന്നുവരെ അവകാശപ്പെട്ടിട്ടാ ഞാൻ ദൈവമാണെന്ന്. കൊച്ചു കൊച്ചു മാജിക്കും കാണിച്ചിട്ടാണ് ഇവർ നമ്മളെ പറ്റിക്കുക, അല്ലേ? ഒരു തേങ്ങയുടെ പുറത്ത് ഭസ്മം ഇടുമ്പം ഇതിനകത്തുനിന്ന് പുക വരും പുറത്തേക്ക്. അതിനകത്ത് നേരത്തെ ഒരു കെമിക്കൽ ഇട്ട് വെച്ചാൽ പുക വരും, നേരത്തെ വരും. ഇതും കൊണ്ടാണ് നമ്മളെടുത്ത് വരിക. മിക്കവാറും ഈ തട്ടിപ്പും കൊണ്ടാണ് ഇവർ വരുന്നത്. അങ്ങനെയൊക്കെ ആയപ്പോ ഈ രാജാവിന് തോന്നി ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പൊ ആരുമായിട്ടാ ബന്ധം? മഹാവിഷ്ണുവായിട്ടാണ് ബന്ധം. ഇനി ആരെ പേടിക്കാൻ? അയാള് നിഷ്ക്രിയനായി ഓട്ടോമാറ്റിക്കലി. ദൈവമല്ലാത്തവരുമായി ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദൂഷ്യം മനുഷ്യൻ നിഷ്ക്രിയനാവും എന്നതാണ്. കാരണം ഞാനൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും, എല്ലാം കിട്ടിക്കോളും, ഇല്ലേ? അയാളെ തൃപ്തിപ്പെടുത്തിയാൽ മതി. ഇവിടെ രാജാവിനെ മഹാവിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി, മഹാവിഷ്ണു പ്രൊട്ടക്ട് ചെയ്തോളും. ഫലത്തിൽ ഇയാളൊന്നും പ്രവർത്തിക്കാതെയായി. ഈ നിഷ്ക്രിയത്വം കാണുമ്പം പരിസരത്തുള്ള രാജ്യങ്ങളൊക്കെ ഇതിനാക്രമിച്ച് കീഴടക്കാം എന്ന് മനസ്സിലായി. അങ്ങനെ വരുമല്ലോ. രാജാവ് വേണ്ടത് ചെയ്യാതിരിക്കുമ്പം പട്ടാളം നിഷ്ക്രിയമാവും, പൗരന്മാർ നിഷ്ക്രിയരാവും, മന്ത്രിമാര് നിഷ്ക്രിയരാവും. സ്വാഭാവികമായി നിഷ്ക്രിയമായ അവസ്ഥയിൽ അതിനെ തകർക്കുക, ചിന്തിക്കണം, വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു തകർച്ചയിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം. അതിന് രണ്ട് കാരണമാണ്. ഒന്ന്, ഒന്നിലധികം ദൈവത്തെ അംഗീകരിച്ചു. രണ്ട്, നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിൽ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയമുണ്ട്, ഇന്നത്തെ വിധിവിശ്വാസം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ ഈ സമൂഹത്തെ നിഷ്ക്രിയമാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. അങ്ങനെ ഈ രാജാവ് നിഷ്ക്രിയമായപ്പം ചുറ്റും നിന്നുള്ള രാജ്യങ്ങൾ ആക്രമിക്കാൻ പുറപ്പെട്ടു. അപ്പോഴാണ് രാജാവിന് തോന്നുന്നത്, ഞാനിനി എന്താ ചെയ്യുക? രക്ഷപ്പെടാൻ മാർഗമില്ല. പട്ടാളം നിഷ്ക്രിയമാണ്, യാതൊരു ഒരുക്കങ്ങളും നടത്തിയിട്ടില്ല, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും വളർന്നു പോകുമ്പോൾ ഖുർആനിന്റെ അഹ്ലുകാർ, അങ്ങനെ പറയാ, അഹ്ലുകാർ, ഈ അഹ്ലുകാരൊക്കെ അമ്പരന്ന് നിൽക്കുക. എന്താ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. എന്താ സംഭവിച്ചത്? ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം 23 കൊല്ലം, ആ കൊല്ലത്തിന്റെ കണക്ക് ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയല്ല കേട്ടോ, ചോദ്യം ചെയ്യരുത്. അവർ പറയുന്ന കണക്കാണ്. 23 കൊല്ലക്കാലം കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിച്ച ഈ ഗ്രന്ഥം സ്വന്തം തൊക്കിലുണ്ടായിട്ടും നമ്മൾ എവിടെ എത്തില്ല. ആകെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക മറുസമൂഹം. അങ്ങനെ ഒരു സമൂഹം സാമുദായികമായ വിഭജിപ്പും ശരിയാണോ അല്ലയോ എന്നത് വേറൊരു വിഷയം. പക്ഷെ ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ഇവർ ഉമ്മത്തൻ വസത്തൻ, അല്ലേ, ഖൈർ ഉമ്മത്ത് എന്ന് പറയുന്ന ഇവർ ഖൈറല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടിട്ട് മിണ്ടാതിരിക്കുക. നമ്മളല്ല ഖൈർ എന്ന് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലെത്തി ഈ രാജാവ്. അപ്പൊ രാജാവ് പോയി നേരെ ആരടുത്ത്? ദിവ്യന്റെ അടുത്ത്. ആരാ അവിടെ ദിവ്യൻ? ഈ മകളുടെ കൊട്ടാരത്ത് അട്ടുപ്പാവിലേക്ക് വരുന്ന ആള്. മകളോട് പോയിട്ട് പറഞ്ഞ, മകളെ, നീ മഹാവിഷ്ണുവിനോട് പറയണം, നമ്മുടെ രാജ്യം ആക്രമിക്കപ്പെടാൻ പോവുകയാണ്, രക്ഷപ്പെടുത്തണം എന്ന് പറയണമെന്ന്. രക്ഷപ്പെടുത്തണം. ഇത് ഈ രാജകുമാരി ഇയാളോട് പറഞ്ഞപ്പം ഇയാൾ ആകെ ഒന്ന് ഷോക്കായി. എന്ത് ചെയ്യാനാ? ആയിരക്കണക്കിന് പട്ടാളക്കാർ, ഇന്നാണെങ്കിൽ കോടിക്കണക്കിന് പീരങ്കിയും ടാങ്കും അതുപോലെ മിസൈലും ഒക്കെ ആയിട്ട് വരുന്ന ആളോട് ഞാനൊറ്റക്ക് എന്ത് ചെയ്യാനെന്നാണ് അയാൾ ചിന്തിക്കുക. ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ ദൈവങ്ങളും മനസ്സിൽ ചിന്തിക്കുന്നത്. സ്വന്തം മടിത്തട്ടിൽ വെച്ചുകൊണ്ട് ഒളി ക്യാമറ പ്രവർത്തിക്കുന്നത് പോലും മനസ്സിലാവാത്ത ദൈവം, അല്ലേ? ആ ദൈവത്തിന്റെ പുറകെ വാലാട്ടി നടക്കാനെന്ന് ഞാൻ പറയും. ആ ദൈവത്തിന്റെ പുറകെ ആരാധനയോടെ നടക്കാൻ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആരാധനാപാത്രങ്ങൾ, അല്ലേ? ഇവിടെ ഈ മഹാവിഷ്ണുവിന്റെ വേഷം കെട്ടിയ ഈ ചെറുപ്പക്കാരനും അതേ അവസ്ഥയിലാണ്. അയാള് പക്ഷേ ഈ രാജകുമാരിയോട് പറഞ്ഞ എന്താണെന്നറിയോ? അതിന് നീ എന്തിനു പേടിക്കണം, ഞാനില്ലേ. അങ്ങനെ പറയാൻ പറ്റൂ? ഏത് ദൈവവും അങ്ങനെ പറയും. ഏത് ആൾ ദൈവവും ആ സമയത്ത് അങ്ങനെ പറയാൻ പറ്റൂ. എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ, അവരുടെ ഭാവി തീർന്നു. അപ്പൊ ഞാൻ ഏറ്റു എന്ന് പറയുമ്പോഴും ഇയാളുടെ ഉള്ളിൽ ഒരു വിറയല, ഇതെന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ എല്ലാ ആൾ ദൈവങ്ങളും എല്ലാ ഔലിയാക്കന്മാരും
നമ്മളെക്കാൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ എപ്പോ പിടിക്കപ്പെടും എന്ന പേടിയിലാണ് അവര് ജീവിക്കുന്നത്. ഖുർആനിൽ അല്ലാഹ് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരെ രക്ഷിക്കാൻ നിങ്ങൾ പട്ടാളമായി മാറേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പൊ സമൂഹത്തിന്റെ അവസ്ഥ. അവരെ രക്ഷിക്കുന്ന പട്ടാളമായിട്ട് ജനം മാറിക്കൊണ്ടിരിക്കും. ആ അവസ്ഥയിലാണ് ഈ ചെറുപ്പക്കാരൻ അന്ന് രാത്രി ഈ രാജകുമാരിയുടെ അടുത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് നേരെ പോയത് പഴയ ആശാരിയുടെ അടുത്താണ്. അയാൾ എന്നെക്കാൾ ബുദ്ധിമാനാണ്. ഈ പറയുന്നവർക്കൊക്കെ ഒരു ഉപദേശക വൃന്ദം പുറകിലുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. എല്ലാ ആൾ ദൈവങ്ങൾക്കും, എല്ലാ തങ്ങന്മാർക്കും, എല്ലാ അച്ഛന്മാർക്കും, എല്ലാ വിഗ്രഹങ്ങൾക്കും, വിഗ്രഹവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യർക്കും ഒരു ഉപദേശക വൃന്ദം ഉണ്ടാവും പുറകിൽ. ഇവരുടെ ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പണ്ടേ തന്നെ മനുഷ്യർ പറഞ്ഞു വെച്ചിട്ട് അറിഞ്ഞു വെച്ച കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഇത് പഠിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാതിരുന്നത്. അങ്ങനെ ആശാരിയുടെ അടുത്ത് പോയപ്പോ ആശാരി പറഞ്ഞു, നീ അതിനും പേടിക്കണ്ട, അതിന് ഞാൻ മാർഗം പറയാം. ഈ വരാൻ പോകുന്ന പട്ടാളം ഉണ്ടല്ലോ, അവരും മനുഷ്യരാണ്. ഈ നിങ്ങൾ ആക്രമിക്കാൻ പോകുന്ന രാജാക്കന്മാരുണ്ടല്ലോ, അവനും മനുഷ്യരാ. അവരെയും നിനക്ക് പറ്റിക്കാൻ കഴിയും. നീ എന്ത് ചെയ്യണം? ആർജവത്തോടെ മഹാവിഷ്ണുവായി നീ അവരുടെ മുമ്പിൽ പോയാൽ മതി. ഇങ്ങനെയാണ് നമ്മളൊക്കെ തോറ്റു പോകുന്നത്. ഇവരെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ രാത്രി നടന്നു പോകുന്ന വഴിയിലൂടെ പെട്ടെന്ന് ഒച്ച കേട്ടാ നമ്മൾ ആ പാമ്പിന് വിഷമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാറുണ്ടോ? എന്താ ചെയ്യാ നമ്മള്? ഇത് തന്നെയാണ് സംഭവം. ഈ സാധനത്തിന് ഒരു വിഷവും ഇല്ല, ഒരു കഴിവുമില്ല. പക്ഷെ ഈ ഒച്ച കേട്ടിട്ട് പേടിക്കുകയാണ് നമ്മൾ. ഈ പറയുന്ന വിഗ്രഹത്തിനും ഈ പറയുന്ന ദൈവങ്ങൾക്കും ഒരു വിലയുമില്ല, ഒരു കഴിവുമില്ല. ആരെയും വെല്ലുവിളിക്കാം. നമുക്ക് തന്റെ അടുത്താണ് വെല്ലുവിളിക്കാം. പരിമിതമായ അറിവ് മാത്രം മതി അതിന്. പരിമിതമായ അറിവ് മാത്രമേ വേണ്ടൂ അതിന്. അത്തരം ചോദ്യങ്ങളിൽ ഇവർ വികാരഭരിതമായി മറ്റു പലതും എടുത്തിടും. നമ്മൾ കണ്ടില്ലേ, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ഒരു പെൺകുട്ടി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തി ഒരു വിവാഹത്തിൽപ്പെട്ട് വിവാഹത്തിന് ശേഷം ആ കുട്ടിയുടെ ഭർത്താവ് വേറെ വിവാഹം ചെയ്തു, ഒന്നിലധികം വിവാഹം ചെയ്തു. ന്യായം എന്താ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ 2 3 നന്നാലോ കെട്ടിക്കോളാം. എപ്പോ അനാഥകൾ പട്ടിണി കിടക്കുമ്പോ. എന്താ ലോജിക്ക്? ആർക്കും മനസ്സിലായിട്ടില്ല ഇന്നേവരെ. അനാഥകളുടെ പട്ടിണി കിടക്കുമ്പോ പോയി പെണ്ണ് കെട്ടിക്കോ എന്ന് പറയുന്ന ദൈവത്തെ ഞാൻ അംഗീകരിക്കില്ല. പറയാൻ ഒരു പേടിയില്ല എനിക്ക്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ അംഗീകരിക്കേണ്ട ഗതിയോട് ആർക്കുമില്ല. പക്ഷെ അതും പറഞ്ഞിട്ട് പോയി പെണ്ണ് കെട്ടിയപ്പോ ഈ പെൺകുട്ടി വിഷമത്തിലായി. ഇതെന്തൊരു ദൈവം, ഇതെന്തൊരു ഖുർആൻ? ആ പെൺകുട്ടി പഠിച്ചു നോക്കിയപ്പോ പെൺകുട്ടിക്ക് മനസ്സിലായി ദൈവം പറഞ്ഞത് അതൊന്നുമല്ല. ഈ വിവരമുള്ളവർക്ക് ഇത് തിരിയാനുള്ള വിവരമില്ലാത്തതാണ് കാരണം എന്നാ പെൺകുട്ടിക്ക് മനസ്സിലായി. ഇത് ഇവള് പറഞ്ഞപ്പോ ചോദ്യം ചെയ്യാൻ വന്നു മറ്റേ പണ്ഡിതൻ. ആ പെൺകുട്ടി ഒറ്റ ചോദ്യം ചോദിച്ചു തിരിച്ചു ആ മനുഷ്യനോട്. സഫിയയെ മുഹമ്മദ് നബി ഒരു യുദ്ധാനന്തരം അതേ രാത്രിയിൽ കല്യാണം കഴിക്കുകയും അതേ രാത്രിയിൽ ആദ്യ രാത്രി നടത്തുകയും ചെയ്തു, മറ്റുള്ളവരെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്നൊരു വചനമുണ്ട്. ഹദീസ് വചനം വർത്തമാനം ഞാൻ തെറ്റൊന്നല്ല പറഞ്ഞത്. ഒരു വചനമുണ്ട്. ആ വചനം ദൈവവചനം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ വചനത്തിൽ അങ്ങനെ പറയുന്നു. വേറെയും പലതും പറയുന്നുണ്ട്. എന്താണ്? ആദ്യം ഓഹരി വെച്ചപ്പം സഫിയയെ മറ്റവർക്കാണ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മനുഷ്യരെ ഓഹരി വെക്കുന്ന ദൈവമോ, മനുഷ്യരെ ഓഹരി വെക്കുന്ന ദൈവദൂതനോ? ആർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയുള്ള ഒരു ദൈവദൂതനിൽ വിശ്വസിക്കുന്ന സമൂഹത്തെ പേടിയോടല്ലാതെ ആർക്ക് നോക്കാൻ കഴിയും? ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മുഹമ്മദിനെയും ഈ ദൈവദൂതനെയും അംഗീകരിക്കുന്ന ഒരു സമൂഹം നാളെ അവരുടെ കയ്യിൽ ഈ ലോകത്തിന്റെ നിയന്ത്രണം വന്നാൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താ? അവരിലെ പെണ്ണുങ്ങളെ ഇവർ ഓഹരി വെക്കൂലേ? ആലോചിച്ച് നോക്കിയേ. ദൈവം സമ്മതിച്ചാലോ അല്ലേ ഓഹരി വെച്ചോളാൻ, അല്ലേ? ഇത് വീതം വെച്ചെടുക്കാൻ. പിന്നെ അവർ പേടിക്കാതെ എവിടെ പോവാ? ഈ പെൺകുട്ടി ചോദിച്ചു, അന്നേ ദിവസം രാത്രി ഈ സഫിയയെ നബി ആദ്യ രാത്രിയിൽ വീഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നബിക്ക് ഖുർആൻ ബാധകമല്ലേ എന്ന് ചോദിച്ചു. കാരണം ഖുർആൻ പറഞ്ഞു, ഇവര് തന്നെ പറയുന്ന വ്യാഖ്യാന പ്രകാരം ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചാൽ ഇത്ര കാലം കാത്തിരിക്കണം. എത്ര കാലം? 4 മാസവും 10 ദിവസവും കാത്തിരിക്കണം. ഇത് നബിക്ക് ബാധകമല്ലേ എന്ന് ചോദിച്ചു.
ആര്? 18 വയസ്സായ പെണ്ണ്. ആ മനുഷ്യൻ ഉടനെ ഈ പെണ്ണിനെ വിട്ടു, മുഖം നേരെ ക്യാമറയിലേക്ക് തിരിച്ചു. എന്നിട്ട് പറയുകയാണ്, കേട്ടോ കൂട്ടരെ, നമ്മുടെ നബിയെ അപമാനിക്കുകയാണ് ഈ പെണ്ണ്. ഇതാണ് ഇവരുടെ ആയുധം. ഉത്തരം മുട്ടുമ്പം വൈകാരികമായി പ്രതികരിക്കുക, സമൂഹത്തെ വികാരത്തിന് അടിമപ്പെടുത്തുക. ആ പെണ്ണ് നബിയെ അപമാനിച്ചോ? ആ പെണ്ണ് ആരെ അപമാനിച്ചത്? നബിയെ അപമാനിച്ചവരെയാണ് അപമാനിച്ചത്. നബിയെ അപമാനിച്ചവരെയാണ് അപമാനിച്ചത്. ഇല്ലേ? ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ മനുഷ്യന്റെ പുറകെ കൂടുന്ന ഓരോ ആളുടെയും ചിന്ത എന്താ? ഇയാളുടെ ശാപം വേണ്ട, ഇയാളും ഒരു ഔലിയാണ്, ജീവിക്കുന്ന ഔലിയ. അല്ലേ? അയാളുടെ വിഷമം, അയാളിൽ നിന്നൊരു കോപം വേണ്ട, അയാളെ ചുറ്റിപ്പറ്റി നിന്നാൽ കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട് ലോകത്ത് ഉണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ മറ്റൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് പക്ഷേ ഇതിന്റെ 1000 ഇരട്ടി ഗുണങ്ങളുണ്ടാവാം ഭൂമിയിൽ. ഇത് തിരിച്ചറിയാതെ അല്ല ഞാനിവിടെ പറയുന്നത്. ഞാൻ എന്നെ തിരിച്ചറിയുന്നു എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയുന്നു എന്ന ഒരു തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. അവിടെ ആ മരങ്ങളും കല്ലുകളും മനുഷ്യരും ജീവിക്കുന്നവരും ഒക്കെ വിട്ടാൽ തന്നെ തീരുന്നുണ്ടോ ഈ വിഷയം? ഇല്ല. എന്റെ നാട്ടിലെ ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ പറയുമ്പം എല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും ഒരു സമൂഹത്തെയോ ഒരു സമുദായത്തെയോ ഒരു വിശ്വാസത്തെയോ എതിർക്കുകയല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരെ മാത്രമേ അവരുടെ ദോഷങ്ങൾ മാത്രമേ എടുത്തു കാണിച്ചുകൊള്ളൂ എന്ന് പരിമിതിയൊന്നും നമുക്കില്ല. സമൂഹത്തിലുള്ള എല്ലാ ദൂഷ്യങ്ങളും എടുത്തു കാണിക്കാം, എല്ലാ നന്മകളും ഉപദേശിക്കുകയും ചെയ്യാം. അതുകൊണ്ട് പറയുന്നുള്ളൂ, മറ്റൊരു മതത്തിനെ വികാരപ്പെടുത്താൻ ഞാനൊരു മതത്തിലും ഇല്ല. ഞാനൊരു മതവിശ്വാസിയല്ല, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഒരിക്കൽ ഇതൊന്നും പറയാൻ എനിക്കൊരു പേടിയില്ല, പേടിക്കേണ്ട കാര്യമില്ല, ഒരാളും പേടിക്കേണ്ട കാര്യമില്ല. മതത്തിലല്ല വിശ്വസിക്കേണ്ടത്, മതത്തെയല്ല അറിയേണ്ടത്, ദൈവത്തെയാണ്. ദൈവവിശ്വാസവും മതവിശ്വാസവും കൂട്ടിക്കുഴക്കാൻ കഴിയില്ല, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു മതവിശ്വാസിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ എതിർക്കുന്നത് വേറൊരു മതത്തെയും അല്ല. ചിലപ്പോൾ എന്റെ പേര് പറഞ്ഞിട്ട് മറ്റേ മതത്തിനെ എതിർത്തു എന്ന് പറയാം. അത് സാമുദായികത എന്ന സങ്കുചിതത്വം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പരിമിതിയാണ്. ആ പരിമിതിയിൽ ഒതുങ്ങാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. ഒരു ക്ഷേത്രത്തിൽ ഒരു വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരിക്കുക. വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഗുണം വരട്ടെ ഗുണം വരട്ടെ എന്ന് പറഞ്ഞാണ് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ വെളിച്ചപ്പാട് തൽക്കാലം എന്താണ്? ദൈവമാണ് തൽക്കാലം. അങ്ങനെയുണ്ട്. ഈ വിഗ്രഹങ്ങളോ ആൾക്കാരോ മാത്രമല്ല ദൈവങ്ങളായി മാറുന്നത്. ചില സമയങ്ങൾ ദൈവങ്ങളായി മാറും, ചില ദിവസങ്ങൾ ദിവ്യത്വമുള്ള ദിവസങ്ങളായി മാറും, ചില സ്ഥലങ്ങൾ, ചില കെട്ടിടങ്ങൾ. ഞാനിത് പറയുമ്പം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെയൊക്കെ ഉപേക്ഷിക്കാതെ എങ്ങനെയാണ് ശിർക്ക് ഒഴിവാക്കുക? ഒരു ദിവസത്തിന് പ്രത്യേകമായ ദിവ്യത്വം, ദൈവികത, അത് ശിർക്കല്ലേ? ചിന്തിച്ചു നോക്കണം. ബാക്കി ദിവസങ്ങൾക്കില്ലാത്ത ദിവ്യത്വം ഈ ദിവസത്തിന് എങ്ങനെ വന്നു? എങ്ങനെ വന്നു? അത് ശിർക്കാണ്. ചില സ്ഥലം, ഭൂമി മുഴുവൻ മസ്ജിദാണ് എന്ന് ആ വചനമെടുത്തുകൊണ്ട് അത് മുഴുവൻ പുണ്യ പള്ളികളാണെന്ന് പറയുന്നവർ, ഭൂമിയിലെ ഒരു സ്ഥലത്തിന് പ്രത്യേകത, അത് ശിർക്കല്ലേ? അവിടെ മാത്രം ദൈവം. ഒരു കെട്ടിടം, അതിലേക്ക് നോക്കുമ്പോ പുണ്യം. അപ്പൊ പുണ്യം നിറച്ചു വെച്ച, ഈശ്വരത്വം, ദൈവത്വം, ദിവ്യത്വം നിറച്ചു വെച്ച ഒരു കെട്ടിടം ശിർക്കല്ലേ? അത് അതുണ്ടാക്കിയിരിക്കുന്നതും കല്ലുകൾ കൊണ്ടാണ്, അത് പണിതതും മനുഷ്യരാണ്. ശിർക്കാണ്. ഇവിടെ ഈ വെളിച്ചപ്പാട് തൽക്കാലം ദൈവമായി. ആ വെളിച്ചപ്പാട് ആ നേരത്തെ ദൈവമായപ്പോ അത് ശിർക്ക് തന്നെയാണ്. ആ ദൈവം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോ പറയാണ്, ഗുണം വരട്ടെ ഗുണം വരട്ടെ. അപ്പം ഒരു തലതിരിഞ്ഞ വൃദ്ധൻ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ഗുണം വന്നില്ലെങ്കിലോ? ഗുണം വന്നില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഇയാൾക്ക് മനസ്സിലായി, അയാളോട് മറുപടി പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാവും. ഇത് ഈ ദിവ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. നേർക്കുനേരെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയില്ല, വെളിഞ്ഞു കളയും. പ്രവചനങ്ങൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും കൃത്യമായിരിക്കില്ല, ഒരു പ്രവചനവും കൃത്യമായിരിക്കില്ല.
അതും ശരി ഇതും ശരി എന്ന് തോന്നാവുന്ന രീതിയിൽ പറയുക, അതിനവർ സമ്മതിക്കണം കേട്ടോ. അത്രയ്ക്ക് സമർത്ഥന്മാരാണ് അവർ. ആ സാമർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇയാള് മിണ്ടിയില്ല, പിന്നെയും പറഞ്ഞു ഗുണം വരട്ടെ ഗുണം വരട്ടെ എന്ന്. ആ വയസ്സൻ വിടാതെ പിന്നെയും ചോദിച്ചു. ഗുണം വന്നില്ലെങ്കിലോ? ഒച്ചത്തിൽ ചോദിച്ചു. മൂന്നാമത്തെ ചോദ്യം വന്നപ്പം ഈ വയസ്സന്റെ തോളിൽ കൈയിട്ടിട്ട് വെളിച്ചപ്പാട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ദൂരം കൊണ്ടുപോയിട്ട് പറഞ്ഞ് തച്ച് നിന്റെ കാല് ഞാൻ പൊടിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ദിവ്യത്വം പറയുന്നവരുടെ സ്വഭാവം. നേർക്കുനേരെ ഒന്നിനും ഉത്തരം പറയില്ല. അവരുടെ തടി രക്ഷിക്കാനുള്ള വഴി അവർക്കറിയാം. ഭീഷണിപ്പെടുത്തും. അല്ലെ, നമ്മൾ എത്ര പേര് പേടിച്ച് ജീവിക്കുന്നുണ്ട് ഇതിനെ ഇല്ലേ? ആലോചിച്ച് നോക്കണം. എവിടെയൊക്കെയാണ് ഇത് എത്തുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. പച്ച നിറം ആലോചിച്ചിട്ടുണ്ടോ? പച്ച നിറം കണ്ടുകൂടാത്ത ഒരേ ഒരു നാട് കേരളം. നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ട്. ഈ ഭൂലോകത്ത് ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവസമ്മതമായ കാർഡ് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. സർവസമ്മതം. ഗ്രീൻ ചാനൽ. ഗ്രീൻ എന്നതിന്റെ ആഗോളതലത്തിലുള്ള അർത്ഥം സർവാംഗീകൃതമാണ്. പക്ഷെ കേരളത്തിൽ പച്ച എന്ന് പറഞ്ഞാലോ എന്താ സംഭവിച്ചേ? അതൊരു വിഭാഗം എന്റേതാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അപ്പൊ പകരം വേറൊരു വിഭാഗം പറഞ്ഞു എന്റെ നിറം ഇന്നതാണ്. വേറൊരു വിഭാഗത്തിന്റെ വേറൊരു നിറം. 786 786 അതിലും കൂടിയിരിക്കുന്നു ദൈവം. ഈ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ ഒരു ലേലം നടന്നു. 13 കോടി രൂപക്ക് ഒരു അറബി ആ നമ്പർ കൊണ്ടുപോയി. ഒരു നമ്പർ, ടെലിഫോൺ നമ്പർ. നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. 13 കോടി രൂപക്ക് ഏകദേശം 90,000-ഓളം റിയാലിന്, അല്ല 90 ലക്ഷത്തോളം റിയാലിന്. എന്താ കാരണം അറിയോ? 7777 എന്ന നമ്പർ. കാരണം ഖുർആനിൽ കുറെ 7 പറഞ്ഞിട്ടുണ്ട്. 70,000 70 7 6666 എന്ന് പറയുന്ന നമ്പറിന് നമ്മുടെ നാട്ടിൽ വണ്ടിക്ക് വേണ്ടിയിട്ട് ലേലം വിളിക്കാറുണ്ട്. കാരണം ഖുർആനില് എത്ര ആയത്തുണ്ട്? ഖുർആനിൽ 6200 ചില്ലുവാൻ ആയത്തേ ഉള്ളൂ. പക്ഷെ ആരോ പറഞ്ഞു ഫലിപ്പിച്ചു 6666 ആണെന്ന്. എന്ത് പറഞ്ഞാലും കേൾക്കാൻ നിൽക്കുന്ന വിഡ്ഢികൾ ഇതും വിശ്വസിച്ചിട്ട് 6666 ലേലം. ഞങ്ങളുടെ നാട്ടിലെ ഒരു കാറിന് 1.25 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് ആ നമ്പർ എടുത്തത്. ഞാൻ അയാളോട് പറഞ്ഞു, ഒന്ന് എണ്ണി നോക്കി, എത്ര എളുപ്പമാണ്. എല്ലാ ആ സൂറത്തിന്റെ അവസാനം എണ്ണ വിട്ടിട്ടില്ലേ, അതൊന്ന് കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കിയാൽ മതിയല്ലോ. എത്ര എണ്ണ ഉണ്ട്? ഇത് മുഴുവൻ എണ്ണ ഉണ്ടല്ലോ. ആകെ ഉള്ള ആയത്തുകളുടെ എണ്ണം കിട്ടാൻ എളുപ്പമല്ലേ? ഇനി ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അതിന്റെ കൂടെ ബിസ്മിയുടെ എണ്ണം കൂടെ കൂട്ടിക്കോ. എന്നാലും 666 ആവില്ല. 400 താഴെ നിൽക്കും. 6400. ഇയാള് 2 ദിവസം കഴിയുമ്പോൾ എന്നോട് പറയാണ് എന്റെ 1.25 ലക്ഷം പോയി. കാരണം ഈ 6666 ദൈവം ഉണ്ടെന്നാണ് ഇയാൾ വിചാരിച്ചത്. നമ്മൾ ദൈവങ്ങളെ അന്വേഷിക്കുന്നത് ദുർബലമായ മനസ്സും കൊണ്ടാണ്, അറിവില്ലാത്ത മനസ്സും കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിച്ചപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് അല്ലാഹു പറയുന്ന വ്യവസ്ഥിതികൾ തമ്മിലുള്ള വ്യത്യാസം. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ കമസലിൽ അൻകബൂത് ഇത്തഖദത് ബൈത. ബൈത്ത് ഒരു വ്യവസ്ഥിതി, ദൈവത്തിൻ്റെതല്ലാത്ത ഒരു വ്യവസ്ഥിതി ആര് സ്വീകരിച്ചാലും വെറും ദുർബലമായിരിക്കും ആ വ്യവസ്ഥിതി. അതീവ ദുർബലമായ ഒരു വ്യവസ്ഥിതി. ഇതിനെ ഇപ്പൊ പറയുന്നത് ദൈവത്തിന്റെ 8 കാലി ഉണ്ടാക്കിയ വീടില്ലേ, ആ വീടിനേക്കാളും നല്ലത് കോൺക്രീറ്റ് വീടാണെന്നാണ് ദൈവം പറഞ്ഞതെന്നാണ്. ഈ ദൈവം ഇത് ആരോടാ പറഞ്ഞത്? ഓല പോലും ഇല്ലാതെ വീടില്ലാതിരുന്ന ആൾക്കാരോടാ പറഞ്ഞതെന്ന് ആലോചിക്കണം. 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലേ? അന്ന് കോൺക്രീറ്റ് ഉണ്ടോ, കല്ലുണ്ടോ, ഒന്നുമില്ലാത്ത ആൾക്കാരോട് പറയാണ്. ഒരുപക്ഷെ അന്ന് മനുഷ്യന്റെ വീട് ഈ വീടിനേക്കാളും ദുർബലമായിരിക്കും. വീട് എന്ന അർത്ഥത്തിലെടുത്താൽ നല്ലൊരു കാറ്റടിച്ചാൽ ചെലന്തി വരെ ബാക്കിയുണ്ടാവും, ഈ വീട് ബാക്കിയുണ്ടാവില്ല. ആ സാഹചര്യത്തിലാണ് ദൈവം ഇത് പറഞ്ഞത്. ഒരു വ്യവസ്ഥിതിയെ കുറിച്ചാണ് ദൈവം പറയുന്നത്. ആ വ്യവസ്ഥിതി നൽകിയ ദൈവത്തെ കുറിച്ചാണ് ദൈവം പറയുന്നത്. അവിടെ നിങ്ങൾ അംഗീകരിക്കുന്നത് ദുർബലമായതിനാണോ അല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ചിന്തിച്ച് മനസ്സിലാക്കണം, അറിവിലൂടെ മനസ്സിലാക്കണം. ഈ ദിവ്യത്വം പങ്കുവെക്കുമ്പോ ഇതിനൊക്കെക്കാളൊക്കെ അപകടകരമായ വേറൊരു വലിയ പങ്കുവെക്കലുണ്ട്. എന്താ അത്? ദൈവത്തെ യേശുവെന്നും നബിയെന്നും തെറ്റിദ്ധരിക്കലാണ്. കാരണം
ഈ പറയുന്നത് പോലെ കൊച്ചു കൊച്ചു സന്ദർഭങ്ങളെയോ കൊച്ചു കൊച്ചു സമയങ്ങളെയോ കൊച്ചു കൊച്ചു കെട്ടിടങ്ങളെയോ മാത്രമല്ല ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടെ ദൈവം തന്നെ ഇതാണ് എന്ന് മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ചിലപ്പോഴൊക്കെ. അള്ളാഹുവിൻ നബിയും അംഗീകരിക്കൂല, അങ്ങനെ പറയാം അല്ലെ? അള്ളാഹു നബിയും അല്ലെ, എങ്ങനെ പറയാറില്ലേ നമ്മൾ സമൂഹത്തിന് മുഴുവൻ? അള്ളാഹുവിന്റെ ഒപ്പം നിന്ന് അംഗീകരിക്കേണ്ട ഒരു ശക്തിയാണ് ആര് എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. യേശുവിനെ ദൈവപുത്രനാക്കിയതിനേക്കാൾ അല്ലെങ്കിൽ അതിനോളം വരുന്ന ഒരു തെറ്റാണ്. കാരണം മറ്റിടത്ത് ദൈവത്തിന്റെ പുത്രനാണ്, ഇതോ ദൈവത്തിന് തുല്യനാണ്. ചിന്തിച്ചു നോക്കണം, ശരിയാണോ തെറ്റാണോ? ദൈവത്തിന് തുല്യമായ ഒരവസ്ഥയിലേക്ക് മുഹമ്മദ് എന്ന മനുഷ്യനെ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ ദൈവത്തിന് തുല്യമായ അവസ്ഥയിലേക്ക് വളർത്തുന്ന നമ്മൾ വിഗ്രഹത്തെ പൂജിക്കുന്നവരെ കുറ്റം പറയാൻ എന്ത് അവകാശം? എന്ത് അവകാശം? ചിന്തിച്ചു നോക്കണം. ഞാൻ ഈ വിഷയത്തിൽ വളരെയേറെ ഒന്നും ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. ഇവിടെ ദിവ്യന്മാരൊക്കെ പരസ്പരം ഏറ്റുമുട്ടി പോകുന്ന കഥകൾ ധാരാളം കാണാറുണ്ട് പലപ്പോഴും, അല്ലെ? ഒരു ദൈവം അംഗീകാരം കൊടുത്ത, അനുഗ്രഹിച്ച ആ ദൈവം കൊടുത്ത വരം ഇല്ലാതാക്കാൻ അയാളുടെ ശത്രു വേറൊരു ദൈവത്തിന്റെ അടുത്തേക്ക് പോവുക. അയാൾ കൊടുത്ത വരം, കൂടോത്രം, അതിന് മറുമരുന്ന് ഒക്കെ കാണാറില്ലേ? കൂടോത്രം എന്ന് വെച്ചാൽ എന്താ? ആ ഒരു ദിവ്യൻ കൊടുത്ത ഒരു വരം, ഒരു അനുഗ്രഹം, അതെന്തിനാ? മറ്റേയാളെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്റെ നാശം ഇല്ലാതാക്കാൻ. അപ്പം എന്റെ ശത്രു എന്ത് ചെയ്യും? വേറൊരു ദിവ്യന്റെ അടുത്ത് പോകും ഇതിനെ നശിപ്പിക്കാൻ. ആരാ ഏറ്റുമുട്ടുന്നത്? സത്യത്തിൽ ഈ ദൈവങ്ങളാണ് തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ദൈവങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ ഇത് ഖുർആൻ വാൺ ചെയ്ത ഒരവസ്ഥയാണ്. കൃത്യമായും ഖുർആൻ വാൺ ചെയ്ത ഒരവസ്ഥയാണ്. കാരണം ഒന്നിലധികം ആണ് ഈ പ്രഭാവം, ഈ ശക്തിയെങ്കിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളും ഉണ്ടാവും. നിർബന്ധമായും ഒന്നിലധികം താല്പര്യങ്ങൾ ഉണ്ടാവും. ഒന്നിലധികം താല്പര്യങ്ങൾ ഉണ്ടായാൽ അവ തമ്മിൽ, ആ താല്പര്യങ്ങൾ തമ്മിലെങ്കിലും ഏറ്റുമുട്ടാതിരിക്കില്ല. നിങ്ങളൊന്ന് ചിന്തിക്കണം. ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങിയല്ലോ, അല്ലെ? എന്താണ് ടൈറ്റാനിക് മുങ്ങാനുള്ള കാരണം എന്ന് പഠിച്ചിട്ടുണ്ടോ? ഒരു ഐസ്ബർഗിൽ തട്ടി. അതല്ല എന്റെ ചോദ്യം. ആ ഐസ്ബർഗിൽ തട്ടാനുണ്ടായ കാരണം, കപ്പലുകളും വെള്ളത്തിൽ ഓടുന്ന മോട്ടോർ വാഹനങ്ങൾക്കും 2 ഡ്രൈവർമാരുണ്ട്. നിങ്ങൾ ബോട്ടുകളിൽ പോയി പരിശോധിച്ചാൽ അറിയാം. ഒരു എഞ്ചിൻ ഡ്രൈവറും മേലെ ഒരു ക്രോൺ നെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കാക്കക്കൂട്. അവിടെ ഉള്ളിലുള്ള ആൾക്ക് പുറത്ത് കാണില്ല. ഈ ഉള്ളിലുള്ള ആളുടെ ഡ്യൂട്ടി മേലെ നിന്നുള്ള ആളെ അറിയിക്കുന്നതനുസരിച്ച് വേഗത കൂട്ടുക, ഗിയർ മാറ്റുക, ഇതൊക്കെയാണ്. സ്റ്റിയറിംഗ് തിരിക്കുക, മറ്റേ ആളെ നോക്കിയിട്ടാണ് അറിയിക്കുക. 2 ഡ്രൈവർമാർ. ടൈറ്റാനിക്കിനും ഉണ്ടായിരുന്നു 2 ഡ്രൈവർമാർ. ആ ചരിത്രം മുഴുവൻ അന്വേഷിച്ചാൽ മനസ്സിലാവും. മേലെ ഉള്ള ആൾ മുമ്പിൽ ഒരു ഐസ്ബർഗ് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ താഴത്തേക്ക് വിവരം അറിയിക്കുന്നത് ഫോണിലൂടെയാണ്. കാരണം 6ഓ 7ഓ നിലകളുള്ള ഒരു കെട്ടിടമാണ് ഈ കപ്പൽ. അതിന്റെ ഏറ്റവും അടിയിലത്തെ, ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന്റെ അടിയിലാണ് എഞ്ചിൻ റൂം. വെള്ളത്തിന്റെ വാട്ടർ ലെവലിന്റെ അടിയിലാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് എന്നല്ല, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ ഭാഗത്ത് അകത്താണ് ഈ എഞ്ചിൻ റൂം. അതിനകത്താണ് ഈ എഞ്ചിൻ ഡ്രൈവർ ഇരിക്കുന്നത്. സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ഇയാളാണ്. അയാളോട് പോയി പറയുക എന്നതല്ല രീതി, ഫോണിലൂടെ പറയുക എന്നാണ്. പക്ഷെ ഈ മനുഷ്യൻ മേലെ നിന്ന് താഴത്തേക്ക് വിളിച്ചിട്ട് 3 മിനിറ്റ് കഴിഞ്ഞു താഴത്തെ ആള് ഫോൺ എടുക്കാൻ. 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് താഴത്തെ ആള് ഫോൺ എടുത്തത്. ഈ 3 മിനിറ്റ് നേരം കപ്പൽ എങ്ങോട്ട് ഓടി? ഐസ്ബർഗിന്റെ നേരെ ഓടി. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഈ മേലെ ഉണ്ടായിരുന്ന ആള് തന്നെ എഴുതുകയാണ്, ആദ്യം എന്റെ ഫോൺ ഈ മനുഷ്യൻ എടുത്തിരുന്നെങ്കിൽ, അന്നേരം ഈ മനുഷ്യൻ കപ്പലിനെ റീഡയറക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കപ്പൽ രക്ഷപ്പെട്ടേനെ. ഒരു കപ്പലിന് 2 ഡ്രൈവർ ഉണ്ടാകുമ്പോ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒന്നിലധികം നിയന്താക്കൾ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? എന്നേ മുങ്ങിപ്പോകേണ്ടതാണ് ഈ കപ്പൽ, എന്നേ മുങ്ങിപ്പോകേണ്ടതാണ് ഈ പ്രപഞ്ചം. ആണോ അല്ലയോ? അല്ലേ? സിമ്പിളാണ് കാര്യങ്ങളൊക്കെ.
ചിന്തിക്കുന്നവർക്ക് വളരെ സിമ്പിളാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, അന്ധവിശ്വാസിക്ക് ഇത് പ്രയോജനപ്പെടില്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് ചിന്തിച്ചിട്ടല്ല, അന്ധമായിട്ടാണ്. കണ്ണ് കാണാത്തവന്റെ മുമ്പിൽ നമ്മൾ 1000 ബൾബ് കത്തിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? ഈ അറിവ് ഖുർആനാകുന്ന അറിവ് അല്ലെങ്കിൽ ഏതൊരു അറിവും പ്രകാശമാണെങ്കിൽ അന്ധനായ അന്ധവിശ്വാസിക്ക് ആ പ്രകാശം ഗുണം ചെയ്യില്ല. അന്ധവിശ്വാസിക്ക് അറിവ് ഗുണം ചെയ്യണമെങ്കിൽ അവൻ അന്ധത ഉപേക്ഷിക്കണം. അന്ധത എന്ന ചിന്തിക്കാത്ത അറിവില്ലാത്ത വിശ്വാസം ഉപേക്ഷിക്കണം. അപ്പോഴേ അവനെ ആ പ്രകാശം ഗുണം ചെയ്യുകയുള്ളൂ. ഇപ്പം വലിയ ചിന്തകളൊക്കെ നമ്മുടെ ഇന്റർനെറ്റിലൊക്കെ കാണാം. ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം കണ്ടു. എല്ലാം അറിയാമെന്ന് പറയുന്ന ഈ ദിവ്യന്മാരുണ്ടല്ലോ, ഇവരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരുമോ മലേഷ്യയിൽ നിന്ന് കാണാതായ വിമാനം ഇപ്പൊ എവിടെയുണ്ട്? 7ാമത്തെ ദിവസമാണ് ഇന്ന്, ഇല്ലേ? 329 യാത്രക്കാരെയും കൊണ്ട് ഏകദേശം 1/2 കിലോമീറ്റർ നീളം വരുന്ന ഈ സാധനം കാണാതായിട്ട് അത് ഇന്ന് വരെ ഒരാൾ പോലും പറഞ്ഞില്ല ഞാൻ കാണിച്ചു തരാമെന്നെങ്കിലും പറഞ്ഞില്ല. ഇവരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നില്ലെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം അവര് നമ്മുടെയായിട്ട് യാതൊരു ബന്ധമില്ല, അവര് വെറുതുവാണ്. പക്ഷെ ഇവിടെ എനിക്ക് അവരെ കുറിച്ചല്ല ചിന്ത. അവർക്കറിയാം ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അവർക്കറിയാം, അല്ലേ? ഒന്നും അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവർ നമ്മളെ പറ്റിക്കുന്നത്. പക്ഷേ ചിന്തിക്കേണ്ടത് നമ്മളെ കുറിച്ചാണ്, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഒരു ദിവ്യന് ഞാൻ ദിവ്യനാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളായിരുന്നു കഴിഞ്ഞ 7 ദിവസം, അല്ലേ? ഒരു റഡാറും ഒരു സാറ്റലൈറ്റും കണ്ടെത്താത്ത ഒരു സാധനം ഞാൻ എന്റെ ദിവ്യശക്തി കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ അംഗീകരിക്കണം, വേണ്ടേ? അപ്പം ഏത് അമ്മക്കും ഏത് അച്ഛനും ഏത് തങ്ങൾക്കും ഏത് ഔലിയാക്കും ഏത് ജീവിക്കുന്ന മരത്തിനും കല്ലിനും കെട്ടിടത്തിനും പറയാം, ഇപ്പൊ പറയാം, ഞാൻ പറഞ്ഞുതരാം, ഒരു സാറ്റലൈറ്റും വേണ്ട, ഇല്ലേ? എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ഇവിടെ ചിന്തിക്കേണ്ടത് അവരല്ല, നമ്മളാ ചിന്തിക്കേണ്ടത്. എന്താ ചിന്തിക്കേണ്ടത്? ഇവർക്കറിയില്ല. അവർക്കറിയില്ല എന്ന സത്യം തിരിച്ചറിയാൻ നമ്മൾ നമ്മുടെ അന്ധത ഉപേക്ഷിക്കണം. ഈ അന്ധത ഉപേക്ഷിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. സത്യത്തിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? ചിന്തിച്ച ആർക്കും മനസ്സിലാവും, ഒരു ശക്തിയുണ്ട്, ഒരു പ്രഭാവമുണ്ട്, ഒന്നേ ഉള്ളൂ, ഒന്നിലധികം ഇല്ല. ഇതാർക്കും മനസ്സിലാവും. പക്ഷെ എന്നിട്ടും ഇത് വിശ്വസിക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെന്നെ അറിയാതെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി പോവാറുണ്ട്. ചിലപ്പം നവീൻ അങ്ങനെ ആയിക്കോട്ടെ, തൽക്കാലം സാരമില്ല, അല്ലേ? നവീൻ ആ വഴിക്ക് പോകുന്ന വഴിക്കൊന്ന് മമ്പറത്തേക്ക് തിരിഞ്ഞേക്കാം, അല്ലേ? ആരും അറിയണ്ട, അറിയാതെ അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കിതൊക്കെ ഒരു വികാരമാണ്. ഖുർആൻ പറയുക തന്നെ വിശുദ്ധ ഖുർആൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുമ്പോൾ ഒരു വല്ലാത്ത വിശുദ്ധി, എന്നാൽ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ യാതൊരു വിശുദ്ധിയുമില്ല. ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ വികാരത്തിനെതിരായി സംസാരിക്കുന്നു എന്ന് തോന്നിയാൽ ഇവര് ഖുർആനിനെ പോലും തള്ളുന്നു എന്നതാണ് സത്യം. കാരണം അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ആ വിശ്വാസം എന്നതാണ് കാരണം, വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ വികാരത്തെ നമ്മൾ ഈ ഏകമായ ഈ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമുക്കും ഇപ്പൊ ഈ കപ്പൽ എവിടെയാണെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളൊരു കഴിഞ്ഞോ? ചോദ്യം കഴിഞ്ഞല്ലോ. ഞാൻ വിശദീകരിക്കാം. നമ്മൾ ആരോടും പറയുന്നില്ല നമുക്ക് അഭൗതികമായ കാര്യങ്ങൾ അറിയാമെന്ന്. നമ്മൾ അവകാശപ്പെടുന്നത് എന്താണ്? ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ് നമ്മൾ. ആ ദൈവത്തെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 700 ചില്ലുവാനം കോടി സൃഷ്ടികൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു കാര്യം പറയുക, ദൈവം അതിനെതിരെ ഒന്ന് പറയുക, ഞാൻ ദൈവത്തിന്റെ കൂടെ നിൽക്കും. കാരണം ആ ദൈവം ഈ 700 ചില്ലുവാനം കോടി അങ്ങനെ ആ 10,000 കോടി ഒരുമിച്ച് ചേർന്നാലും ഉള്ളതിനേക്കാൾ വലിയൊരു പ്രഭാവമാണത്. എന്നാൽ ആൾദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണക്ക് സാധ്യതയുണ്ട്. കാരണം ഇന്ന് ആൾദൈവം എന്ന് പറയുമ്പോൾ ഏതോ ഒരു മതത്തിന്റെ പുണ്യവാളന്മാരാണെന്നൊരു തോന്നലുണ്ട്. ഞാൻ ആൾദൈവം എന്ന് പറയുന്നത് ഒന്നാമതായി തങ്ങന്മാർ, രണ്ടാമതായി മതത്തിന്റെ ആചാര്യന്മാരും മുടികളും പാത്രങ്ങളും കൊണ്ട് നടക്കുന്നവരൊക്കെ പെടും.
അവരെയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ആൾ ദൈവം എന്ന് പറയുന്നത്. എല്ലാ പുണ്യവാളന്മാരും, എല്ലാ അമ്മമാരും, എല്ലാ അച്ഛന്മാരും, എല്ലാ തങ്ങന്മാരും, എല്ലാ ജീവിക്കുന്നതും മരിച്ചതുമായ ദിവ്യത്വം അവകാശപ്പെടുന്ന എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാര്യം എന്താ? ഞങ്ങളിൽ മാനുഷികതയ്ക്ക് അതീതമായ ഒരു ശക്തിയുണ്ട് എന്നാണ്. അങ്ങനെ നമ്മളാരും അവകാശപ്പെട്ടിട്ടില്ലല്ലോ. അവകാശപ്പെടാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അങ്ങനെ ഒരു അറിവ് കാണിച്ചു കൊടുക്കാൻ ബാധ്യതയില്ല. ഇത് അവകാശപ്പെട്ടവർക്ക് ബാധ്യതയുണ്ട്. അവകാശപ്പെട്ടിട്ടില്ല. മുഹമ്മദ് നബിയോട് പോലും ദൈവം പറഞ്ഞിരിക്കുന്നത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, എന്റെ കയ്യിൽ ഖജനാവൊന്നും ഇല്ല എന്ന് പറയാനാ. എന്നാൽ ഇവര് പറയുന്ന എല്ലാ ഖജനാവും എന്റെ കയ്യിലാണ്. എല്ലാ മാനുഷികമായ സ്ത്രൈണമായ പീരിയഡ്സ് പോലും എനിക്ക് വരാറില്ല എന്ന് അവകാശപ്പെടുന്നു അമ്മമാർ. മനസ്സിലാക്കണം. ഞാൻ മാനുഷികതയുടെ പുറത്താണ് എന്നതല്ലേ അതിന്റെ തെളിവ്. വിഭൂതി, അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി എടുക്കുന്നു. ഞാൻ ഈയിടെ ഒരു സിനിമയിൽ കണ്ടു, നാട്ടിലുള്ള പട്ടിണി മാറ്റാൻ വന്നാൽ അങ്ങനെ അരിയെടുത്തതാ. ഒരു ബിരിയാണി കഴിഞ്ഞിട്ടില്ല ഇന്നുവരെ. ഷർട്ടിന്റെ ബട്ടൺ കൈയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച, അല്ലെങ്കിൽ സഹായി കൊണ്ടു കൊടുക്കുന്ന ഒരു പുസ്തകത്തിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ച വിഭൂതി അടുത്തിയെടുക്കുന്ന മാജിക്കാണ് അവർ കാണിക്കുന്നത്. ആ വിഭൂതിയല്ലാതെ അതിനപ്പുറത്തൊന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഛർദിക്കുമ്പം സ്വർണ്ണഗോളം, സ്വർണത്തിന്റെ മുട്ട വായിൽ വരുന്നു. സൂക്ഷ്മമായി നോക്കുമ്പോൾ വായ പോലും തുറക്കുന്നില്ല. കയ്യിൽ വെച്ച തുണിക്കകത്താണ് ഈ സ്വർണ്ണഗോളം ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോടാണ് ചോദ്യം, അല്ലേ? ഞാൻ മറഡോണയാണെന്ന് അവകാശപ്പെട്ടാലല്ലേ നിങ്ങൾ എന്നോട് ഇന്നേ വരെ ഗോളടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടു, ഇല്ലേ? അപ്പോഴല്ലേ ചോദിക്കണ്ടു. നമ്മൾ ആരും അവകാശപ്പെട്ടിട്ടില്ലല്ലോ നമ്മൾ മറഡോണയാണെന്ന്. എന്നാൽ ഇവരെ അവകാശപ്പെടുന്നു ഞങ്ങളെല്ലാം പെലെയുമാണ് മറഡോണയുമാണ്. അപ്പോഴാണ് ചോദ്യം, എന്താ ഈ ഗോൾ അടിക്കാത്തത്? പോസ്റ്റിന്റെ മുമ്പിൽ ഗോളിയുമില്ല, ആ ഡിഫൻഡിൽ ആരുമില്ല, ഗോൾ അവിടെ വെച്ചിരിക്കുക, ഒന്ന് തട്ടിയാ മതി ഗോൾ. എന്താ ചെയ്യാത്തത്? കാരണം ഇവർക്ക് തട്ടാൻ പോലും അറിയില്ല. തട്ടാൻ പോലും അറിയില്ലെന്ന് ആര് വിശ്വസിക്കണം? ആര് തിരിച്ചറിയണം? നമ്മൾ തിരിച്ചറിയണം. പ്രശ്നം അവര് തിരിച്ചറിയുന്നോ ഇല്ലയോ എന്നിടത്തല്ല, നമ്മളെ തിരിച്ചറിയുന്നോ എന്നിടത്താണ് പ്രശ്നം. നമ്മളാണ് അതിനെ തിരിച്ചറിയേണ്ടത്. സത്യം കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലേക്ക് ഇറക്കി ഇത് വിശകലനം ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. പക്ഷെ വളരെ ആഴത്തിൽ പോകുമ്പം അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ സർ, നമുക്കത് വ്യത്യാസം. സ്വാഭാവികമായ നല്ലൊരു ചോദ്യം. നമുക്കെന്താണ് അതിന്റെ ഗുണവും ദോഷവും? നല്ലൊരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറയാനെന്ന് പറയുമ്പോൾ ഞാൻ ഉത്തരം പറയുന്ന പണ്ഡിതനായിപ്പോ. അങ്ങനെ ഒരു ഉത്തരം പറയാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല. പക്ഷെ അത് ഞാൻ പറയാൻ ശ്രമിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ തീരുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് തന്നെ ഒരു ദിവസം ഇവിടെ ചർച്ച ചെയ്യാം, നോട്ട് ചെയ്തിട്ട്. കാരണം അത് പറയാൻ നിന്നാൽ ഇന്നത്തതും പൂർത്തിയാവില്ല, അതും പൂർത്തിയാവില്ല. ആ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്തിട്ട് ഇതിന്റെ ഭാഗത്തിൽ ചർച്ച ചെയ്യണം. എന്ന് മാത്രമല്ല, ഖദർ ഖള എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വിധി വിശ്വാസം, ആ ചർച്ചയിൽ അതും വരും. എന്താ ദൈവത്തിന്റെ റോൾ? സത്യത്തിൽ മാനുഷികതയിൽ ദൈവത്തിന്റെ റോൾ എന്താണെന്ന ചോദ്യം അതിൽ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് അതവിടെ കൂടുതൽ ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് മനുഷ്യൻ ഇത്തരം ദുർബല വിശ്വാസങ്ങളൊക്കെ അടിമപ്പെട്ടു പോകുന്നു എന്ന ഒരു ചിന്ത. മിക്കവാറും മനുഷ്യർക്കറിയാം ഇതൊക്കെ തട്ടിപ്പാണെന്ന്. എല്ലാ ദേവന്മാരിലും ദേവിമാരിലും ഔലിയാക്കളിലും വിശ്വസിക്കുന്നവർ അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ അവർ മനസ്സിലാക്കുന്നു ദിവ്യത്വം ഒന്നിലേ ഉള്ളൂ. പിന്നെ അവരിൽ നിന്ന് അല്പം ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവുമോ എന്നൊരു സംശയം. കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചാൻസ് കളയണ്ട എന്ന ഒരു ചിന്ത. രണ്ടാമത്തെ ഒരു ചിന്ത, ഞാൻ ഇല്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിപ്പോയെങ്കിലോ ഞാൻ കുടുങ്ങിപ്പോയില്ലേ? ഇത് യഥാർത്ഥത്തിൽ മനസ്സിന്റെ ഒരു ദൗർബല്യമാണ്. രണ്ട് കാരണങ്ങളാണ് സത്യത്തിൽ മനുഷ്യൻ ദിവ്യത്വം ദൈവമല്ലാത്തവരിൽ ആരോപിക്കാൻ കാരണമായി എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ആ വാക്ക് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് കൂടുതൽ കാരണങ്ങൾ കണ്ടെത്താം. എനിക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാരണം, നമ്മൾ എളുപ്പ വഴികൾ അന്വേഷിക്കുന്നവരാണ്. ബിൽ ഗേറ്റ്സ് ഒരു തവണ പറഞ്ഞു, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ
ഏൽപ്പിക്കുക ഏറ്റവും മടിയനായ വ്യക്തിയെയാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്താ കാരണം മടിയന്മാർ ഏറ്റവും എളുപ്പമാർഗം കണ്ടുപിടിക്കും. അധികം അധ്വാനമില്ലാതെ എളുപ്പ വഴി അവർ കണ്ടുപിടിക്കും മടിയന്മാര്. അപ്പൊ ബുദ്ധിമുട്ടുള്ള പണി എളുപ്പത്തിൽ അവർ ചെയ്തിട്ട് മിണ്ടാതെ കിടന്നുറങ്ങും. ഇത് മനുഷ്യന്റെ ബേസിക് നേച്ചറാണ്. ഏറ്റവും എളുപ്പ വഴി അല്ലെ? നമ്മുടെ വീട്ടിലേക്ക് കയറി പോകാൻ നല്ലൊരു ഗേറ്റ് അപ്പുറത്തുണ്ട്. പക്ഷെ നമ്മളെന്നാൽ ഇതിലെ പോയാൽ ഒന്നും അതിൽ കയറി ഇറങ്ങിയാൽ മതി എന്ന് കരുതി ഇതിലെ കയറി ഇറങ്ങും അല്ലെ? കുറുക്ക് വഴി, എളുപ്പ വഴി എന്നും പറയാം, കുറുക്ക് വഴി എന്നും പറയാം. അങ്ങനെ കുറുക്ക് വഴി അന്വേഷിക്കാനുള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ടെൻഡൻസിയാണ് നേരായ ദൈവികതയെ വിട്ട് തെറ്റായ ദൈവികതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാരണം. എൻ്റെ നാട്ടിലെ ഒരു പെൺകുട്ടി SSLC പരീക്ഷ എഴുതിയപ്പോൾ ഈ കുട്ടി ക്ലാസ്സിൽ എപ്പോഴും മാർക്ക് കുറവാണ്. പക്ഷെ ആ SSLC പാസ്സായത് ഈ കുട്ടി എല്ലാ വിഷയത്തിലും A+ മാർക്കോട് കൂടിയാണ്. എല്ലാ വിഷയത്തിലും. വേറൊരു കുട്ടി എല്ലാ വിഷയത്തിലും A+ കിട്ടുന്ന കുട്ടി തോറ്റും പോയി. അപ്പൊ ഇതെന്ത് മറിമായം കഴിയും? രണ്ടാമത്തെ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി തോറ്റുപോയ കുട്ടി റിവാലുവേഷന് കൊടുത്തു. നടന്ന സംഭവമാണ് കേട്ടോ ഇത്. റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ പേപ്പർ റിവാലുവേഷൻ ചെയ്തപ്പോ ഒരു സത്യം കണ്ടെത്തി. ഈ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല ഇത്. ഈ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല ഇത്. അപ്പൊ ഈ മറിമായ എങ്ങനെ സംഭവിച്ചു? അന്വേഷണത്തിൽ ഒരു കാര്യം മനസ്സിലായി. എപ്പോഴും തോക്കുന്ന ഒരു കുട്ടിക്ക് എല്ലാ വിഷയത്തിലും +1 കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയുടെ പേപ്പർ പരിശോധിച്ച് നോക്കി. അപ്പൊ ഈ കുട്ടി എഴുതിയ പേപ്പർ അതാണ്, ആ കുട്ടി എഴുതിയ പേപ്പർ ഇതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? സ്വാഭാവികമായും ഈ മറിമായ ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? തോറ്റ കുട്ടി ചെയ്യില്ല. കാരണം ആ കുട്ടി ജയിക്കാൻ അർഹതപ്പെട്ട കുട്ടിയാണ്. ജയിക്കാൻ അർഹതയുള്ള ഒരാൾ സ്വയം തോക്കാൻ തട്ടിപ്പ് ചെയ്യില്ലല്ലോ. പിന്നെ ആരാ ചെയ്യുക? തോക്കാൻ യോഗ്യയായ കുട്ടി ജയിക്കാൻ വേണ്ടി തട്ടിപ്പുണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് കരുതി ആ കുട്ടിയെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഞാനാ ചെയ്തത്. നീ എങ്ങനെയാ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ ചെയ്തത്, എല്ലാ ദിവസവും പരീക്ഷ പേപ്പർ മറ്റേ കുട്ടി വെച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ കൊണ്ടുവെക്കും. എല്ലാ ദിവസവും ക്ലാസ്സിൽ ഇൻവിജിലേറ്റർ മാറി മാറി വരുമല്ലോ, ഒരേ ആളല്ലോ. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കരുത്, ആരും പോയിട്ടോ കേസിൽ കുടുങ്ങി പോകും. ഇൻവിജിലേറ്റർ മാറി മാറി വരുമല്ലോ. ഇന്ന് ഞാൻ ചെയ്തത് നാളത്തെ ഇൻവിജിലേറ്റർ അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ A+ മാർക്കുള്ള കുട്ടി പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേ കുട്ടി കൊണ്ടുവെക്കുക. അപ്പൊ ഇവള് പറയാണ്, ഞാൻ എല്ലാ ദിവസവും അഡ്വാൻസ് ആയിട്ട് എന്റെ പേപ്പറിൽ ആ കുട്ടിയുടെ നമ്പർ എഴുതി വെക്കും. എന്റെ പേപ്പറിൽ ആ കുട്ടിയുടെ നമ്പർ എഴുതി വെക്കും. അത് ക്ലാസ്സിൽ പരസ്പരം അറിയാവുന്നതല്ലേ, അത് എഴുതി വെക്കും. എന്നിട്ട് എന്റെ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും പോയിട്ട് പറയും, ടീച്ചറെ നമ്പർ എഴുതാൻ വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഏത് പേപ്പർ എടുക്കും? മറ്റേ കുട്ടിയുടെ പേപ്പർ എടുക്കും. എന്നിട്ട് അതിൽ എന്റെ നമ്പർ എഴുതി വെക്കും. അറിയാലോ, നിങ്ങൾക്കുള്ള ആളെ അറിയാലോ. ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു പോയി, മോളെ, ഈ ബുദ്ധി നീ പഠിക്കാൻ പ്രയോഗിച്ചിരുന്നെങ്കിൽ A+ നേരെ കിട്ടൂലേ? നേരെ തന്നെ കിട്ടൂലേ? ഇല്ലേ? ഇതാണ് ഈ രണ്ടാംകിട ദൈവങ്ങളുടെ പുറകെ പോകുന്നവരുടെ അവസ്ഥ. ഈ കുറുക്ക് വരവുക്ക് വേണ്ടി ചെലവഴിക്കുന്ന എനർജിയും ബുദ്ധിയും നേരായ മാർഗത്തിൽ ചെലവഴിച്ചാൽ നേരെ കിട്ടും ഉത്തരം ചോദ്യങ്ങൾക്ക്. നേരെ തന്നെ കിട്ടും. ഈ കുട്ടി ജയിക്കുമായിരുന്നോ ഇല്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ജയിക്കുമായിരുന്നു. അത്രയ്ക്ക് ടാക്ട്ഫുൾ ആണ് ഈ കുട്ടി, അല്ലേ? അത്രയ്ക്ക് ചിന്താശക്തി ഉണ്ട് ആ കുട്ടിക്ക്. പക്ഷേ സംഗതി മറ്റൊരു വഴിക്കാണ്. ഇത് എളുപ്പ വഴി ആലോചിക്കുന്നതിന്റെ ദോഷം. എപ്പോഴും എളുപ്പം എന്താണ്? 5 നേരം മലക്കം മറിഞ്ഞാൽ രക്ഷപ്പെടുമെങ്കിൽ വേറൊന്നും ചെയ്യണ്ടല്ലോ, അല്ലേ? ഒരു ദിവ്യന്റെ അടുത്ത് പോയാൽ ആ ദിവ്യന്റെ ശുപാർശ ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടും. പിന്നെ എനിക്ക് എന്ത് കളവും പറയാലോ, എന്ത് കളവും പറയാലോ, അല്ലെ? മൊഹീദി ഷേഖിന്റെ ഒരു മുരീദ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന കഥയായിരിക്കും. മുരീദിനെ കബറിൽ നിന്ന് ചോദ്യം ചെയ്തു പോലും മുങ്കർ നക്കീർ. നിങ്ങൾ എന്നോട് ഇടയ്ക്ക് അത്തരം കാര്യങ്ങൾ ചോദിക്കരുത്, ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് ചോദ്യം ചെയ്തു. അപ്പൊ ഈ മുരീദ് പറഞ്ഞു, അല്ല, നിന്റെ റബ്ബാരാ അറിയില്ല, നിന്റെ ഇമാമാരാ. ഇപ്പൊ നമ്മൾ ചോദിച്ച ഇമാമാരാന്ന് പറയാൻ ചോദിച്ചാൽ പറയും ഇന്ന ബാക്കവിയാണ്, ഇന്ന സഖാഫിയാണെന്ന് പറയും. അവിടെ എത്തുമ്പോ പറഞ്ഞ എനിക്കറിയില്ല, എനിക്കറിയില്ല. ഇതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഖാദിരിയ തരീഖത്തിൽപ്പെട്ട ആളാണ്.
അപ്പം മുങ്കർ നക്കീറിന് എന്ത് കാതിരിയ തരീക്കത്ത് കണ്ടിട്ടേ ഇല്ലല്ല. മുങ്കർ നക്കീർ മറ്റേ ആയുധം എടുത്തു അടിക്കാനായിട്ട്. അടിക്കാൻ ഓങ്ങിയത് മാത്രം മുങ്കർ നക്കീറിന് ഓർമ്മയുണ്ട്, പിന്നെ ആയുധം കാണുന്നില്ല. മുങ്കർ നക്കീർ രണ്ടെണ്ണമാകുമ്പോ രണ്ടായുധം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട് കേട്ടോ അവിടെ. അത് വിഷയം വേറെ. സാധനം കാണാനില്ല. കാണാതായപ്പോ പേടിച്ചു പോയി. കാരണം ഇത് വൈകുന്നേരം ആകുമ്പോ സറണ്ടർ ചെയ്യണം, സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കണം. എവിടെ? അള്ളാന്റെ സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കണം. അള്ളാന്റെ അടുത്ത് എന്ത് കൊണ്ടുവെക്കും? കയ്യിലില്ല. പേടിച്ചു വിറച്ചു. ഇയാള് എവിടെ പരിധിയിട്ട് ഇത് കാണാനില്ല. ഇവർ രണ്ടുപേരും പരിധി നോക്കുമ്പോ അവസാനമുണ്ട് അള്ളാഹുവിന്റെ കസേരയുടെ കാലിൽ ഒരാൾ ചാരി കിടക്കുന്നു. സിംഹാസനം എന്ന് പറയാം, ആ അർശി എന്ന് പറയാം, എന്ത് പറഞ്ഞാലും കസേരയാണ് അല്ലേ? സ്വർണം കൊണ്ടുണ്ടാക്കിയാലും കൂട് തന്നെയാണ് തത്തക്ക് അല്ലേ? അത് കസേര തന്നെ. ആ കസേരയുടെ കാലിൽ കിടക്കുന്ന ഒരാൾ, അയാളുടെ തലയുടെ കീഴിലുണ്ട് ഈ വടി ഇങ്ങനെ. അപ്പൊ പോയിട്ട് മുങ്കർ നക്കീർ പറഞ്ഞു അത് എനിക്ക് തരണം, അല്ലെങ്കിൽ അള്ളാ ഇന്ന് പിരിച്ചുവിടും തന്നെ, ജോലി ഇന്ന് പിരിച്ചുവിടും, ഇത് കിട്ടാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ കിടന്നയാൾ പറഞ്ഞു ആരാന്ന് മനസ്സിലായോ? ഞാനാണ് അബ്ദുൽ ഖാദർ ജീലാനി. അത് പറയുമ്പോ എന്ത് പറയണം? ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അറിയാം ഈ പറഞ്ഞ മുഴുവൻ കളവാണ്. അദ്ദേഹത്തിന്റെ രഹസ്യങ്ങളെ അള്ളാഹു എന്താക്കിയിരിക്കുന്നു? ഉയർത്തിയിരിക്കുന്നു. പിന്നെ ഇവർക്ക് ഇത് എവിടുന്നല്ല കിട്ടി? പോട്ടെ, അതല്ല എന്റെ വിഷയം. ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ തരൂല. എന്താ കാരണം? എന്റെ ഖാദിരിയ തരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാരെയും ഖബറിന്ന് ഒഴിവാക്കണം, ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ മുങ്കർ നക്കീർ അത് സമ്മതിച്ചിട്ട് തിരിച്ചുപോയി എന്നാണ് കഥ. അതേ മുങ്കർ നക്കീറാണ് ഇവരെ എല്ലാരെയും ഖബറിന്ന് ചോദ്യം ചെയ്യേണ്ടത്. എന്നാ പിന്നെ അതിൽ മെമ്പർഷിപ്പ് എടുത്താൽ പോരെ? എത്ര എളുപ്പമുണ്ട്. ഈ എളുപ്പ വഴിയാണ് തേടുന്നത്. ഖബറിൽ നിന്ന് ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഖാദിരിയ തരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുക്കുക, അത് എളുപ്പം. അല്ലെങ്കിലോ കുറേ പണിയുണ്ട്. ഖുർആനിനെ ഇമാമായിട്ട് അംഗീകരിക്കണം, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കണം, ഇസ്ലാമിനെ ദീനായിട്ട് അംഗീകരിക്കണം, വേണ്ടേ? അപ്പൊ കുറെ ബുദ്ധിമുട്ടുണ്ട്. എളുപ്പം ഇതല്ലേ? ഈ എളുപ്പ വഴി തേടലാണ് ദിവ്യന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു കാരണം. എനിക്ക് വിശദീകരിക്കാൻ പോയാൽ കുറെ പറയേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്നറിയാം? ഒരു മനുഷ്യനും സ്വന്തം പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നത്? നമ്മളെല്ലാവരും നമ്മളുടെ പരാജയത്തെ മറ്റുള്ളവരുടെ തലയിലാണ് ചാർത്തുക. ഒരു ഭാര്യയും ഭർത്താവും വീട്ടിൽ ജീവിക്കുന്നു. ഭാര്യയുടെ കാല് തട്ടിയിട്ട് ഒരു ഗ്ലാസ് പൊട്ടി. ഉടനെ ഭർത്താവ് ചോദിക്കും നിനക്ക് കണ്ണില്ലേ ചോദിക്കും, ഇല്ലേ? അതേ ഗ്ലാസ് ഭർത്താവിന്റെ കാല് തട്ടിയിട്ട് വീണാലോ അപ്പൊ ഭാര്യയോട് ചോദിക്കും ഇതാരാണ് കൊണ്ടുവച്ചത്. എല്ലാം മറ്റേയാളുടെ തലയിൽ ചാറാനാണ് നമുക്ക് താല്പര്യം, അടുത്തയാളുടെ തലയിൽ ചാറാൻ, ഇല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ പരാജയങ്ങളെ ഒളിപ്പിച്ചു വെക്കാൻ ഒരു കേന്ദ്രം വേണം, ഒരു അത്താണി. അതാണ് ഈ ദിവ്യന്മാരും ശകുനങ്ങളും. ഞാനൊരു വഴിക്ക് പോയി, ആ വഴിക്ക് പോയിട്ട് എന്റെ ഉദ്ദേശം നിറവേറിയില്ല. ആരാ ഉത്തരവാദി? രാവിലെ ഞാൻ കണി കണ്ടവൻ, ഇയാളെ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എളുപ്പമല്ലേ? ഒരു രാജാവ് രാവിലെ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു തോട്ടക്കാരനെ കണ്ടു, അപ്പോ അന്നത്തെ ദിവസം ഈ രാജാവിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായി. രാജാവ് പറഞ്ഞു ആ തോട്ടക്കാരനായിരുന്നു ശകുനം, അവനെ വെട്ടിക്കൊല്ലണമെന്ന് പറഞ്ഞു. വെട്ടിക്കൊല്ലണമെന്ന് പറയുമ്പോൾ തോട്ടക്കാരന് ഒറ്റ ചിരി. അതെന്താണോ നീ ചിരിക്കുന്നെന്ന് ചോദിച്ചു. അപ്പൊ രാജാവിന് എന്ത് ചെയ്യണം? രാവിലെ ഞാൻ ആദ്യം കണ്ടത് രാജാവിനെയാണ്. എന്നെ കണി കണ്ടിട്ട് നിങ്ങൾക്ക് ചില്ലറ നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളെ കണി കണ്ടിട്ട് എന്റെ അവസ്ഥ എന്താ? ഞാനിപ്പം മരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ കാര്യം? ചിന്തിച്ചു നോക്കണം. നമ്മളൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പരാജയങ്ങൾ ആരുടെയെങ്കിലും തലയിൽ എടുത്തുവിടാൻ നോക്കുമ്പോൾ ദൈവത്തിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ പരുതും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതിന് ഉത്തരവാദി. തിരിഞ്ഞു നിൽക്കുന്ന പശു, അല്ലേ? നോക്കണം. വേശ്യ നല്ലതാവൂ. അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ചിന്തിക്കണം. ഇതൊക്കെ ശിർക്കാണ്. ഇതൊക്കെ അതിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ചിന്തിക്കണം. സമയമായോ? ഈ ചിന്ത നമ്മളെ നയിക്കുന്ന എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കണം.
യഥാർത്ഥത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന എത്ര ശക്തികളുണ്ട്? ഒറ്റ പ്രഭാവം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ. ആ ഒരു ചൈതന്യത്തെ മാത്രം ആശ്രയിച്ചാൽ മാത്രമേ നേരായ മാർഗത്തിലേക്ക് എത്തൂ. അതിനെ നിഷേധിച്ചാലും അതിലൊന്നിലധികത്തിനെ ചേർത്താലും തെറ്റാണ്. യുക്തിബോധത്തോടുകൂടി ഇത് തെളിയിക്കാം, യുക്തിബോധത്തോടുകൂടി. പിന്നെ വേറൊരു വിഭാഗമുണ്ട്, അവർക്ക് യഥാർത്ഥത്തിൽ യുക്തിയാണെന്ന് പറയും, പക്ഷെ യുക്തിയെയല്ല അവരാശ്രയിക്കുന്നത് കുബുദ്ധിയെയാണ്. ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണെന്ന് പറയാം. അതിനെ ഉണർത്താൻ ആർക്കും കഴിയില്ല. നല്ല ബുദ്ധി അവിടുന്ന് വേഗം സ്ഥലം വിടലാണ്. എന്താ വൈദ മറു അല്ല, അതിന് തൊട്ടു മുമ്പ് അല്ല പറഞ്ഞിട്ടുണ്ട്, അത്തരം അവിവേകികളെ കണ്ടുമുട്ടിയാൽ ജാഹിലൂന ഖാലു സലാമ. ബെസ്റ്റ്. ഇത് ഈ അല്ല വേറെടുത്ത് പറഞ്ഞ നിങ്ങളെക്കാളൊക്കെ കെണി എനിക്കാണ്. എന്താ കാരണം പറയോ? ആരെന്ത് ചോദിച്ചാലും ഇതൊക്കെ ഉത്തരം പണ്ടല്ല പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത്രയ്ക്ക് കെണിയുണ്ടല്ലോ. അതാണ് ഇതിന്റെ കാരണം. കെണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? അത് തന്നെയാണ് പറയുക ഇവിടെ. തന്ത്രം. അത്രയ്ക്ക് തന്ത്രമുണ്ട്. ആ തന്ത്രത്തിൽ ഇതിന്റെയൊക്കെ ഉത്തരം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം ഈ കുബുദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും അപമാനിക്കാൻ പറയല്ല കേട്ടോ. ആ രീതിയിൽ ചിന്തിക്കരുത്. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മനസ്സിനകത്ത് ഒരു ചിന്ത, ഒരു വിശ്വാസം, ഒരു വികാരം, ആ വികാരത്തോട് കൂടി മാത്രം മറ്റെന്തിനേയും കാണാൻ കഴിയുന്ന അവസ്ഥയെയാണ് ഞാൻ കുബുദ്ധി എന്ന് പറയുന്നത്. അവരൊരിക്കലും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത് സത്യത്തിലേക്ക് എത്താനല്ല, മറിച്ച് ഉള്ളിലുള്ള വികാരം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്, അത് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയാണ്. ആ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറഞ്ഞിട്ട് യുക്തിയെ നിഷേധിക്കുകയാണ് ചെയ്യുക. യുക്തി എന്ന് പറഞ്ഞിട്ട് യുക്തിയെ നിഷേധിക്കുകയാണ് ചെയ്യുക. അതിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ യുക്തിയെ നിഷേധിക്കാതെ പരിശോധിച്ചാൽ ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുക ഒരു പരമമായ യാഥാർത്ഥ്യം, ഒരു പരമമായ പ്രഭാവം, ഒരു പരമമായ ചൈതന്യം, അതിനപ്പുറത്തില്ലാത്ത ഒരവസ്ഥ, അതിനോട് മറ്റൊന്നും കൂടാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടേണ്ടി വരും. ഇവിടെ സൃഷ്ടികളിൽ നിന്നും പരിപൂർണമായ വ്യത്യാസമാണ് ഈ പ്രഭാവത്തിനുള്ളത് എന്ന് മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയും. ഒരു സൃഷ്ടിക്കും അവകാശപ്പെടാൻ പറ്റാത്തതെല്ലാം അതിലുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുണ്ട് സാധാരണ. അതിന് ഇന്ന് സാധാരണഗതിയില് അർത്ഥം വെക്കുക എന്താ? അല്ലാഹു പരിശുദ്ധൻ. അതിന്റെ സുബ്ഹാനല്ലാഹ് എന്ന വാക്കില് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ശരിയായ ഒരർത്ഥം സബഹ എന്ന് വെച്ചാൽ നീന്തുക, അനുസരിക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന് വിധേയപ്പെടുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതല്ല, പരിശുദ്ധി എന്നാണ് പറയുന്നതെങ്കിൽ പോലും പരിശുദ്ധി എന്ന വാക്ക് തെറ്റാണ്. പരിപൂർണത എന്ന വാക്കെടുത്താൽ പിന്നെയും നമുക്ക് അതിനോടടുക്കാം. കാരണം പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്നതൊന്നും കണ്ടെത്താൻ പറ്റാത്ത ഒരു പ്രഭാവം. ഇവിടെയാണ് സൃഷ്ടിയിൽ നിന്ന് ഈ പ്രഭാവം ഏറ്റവും വ്യത്യസ്തമായിരിക്കുന്നത്. സൃഷ്ടിക്ക് പൂർണ്ണതയോട് അടുക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഈ സൃഷ്ടാവിനോ പൂർണ്ണതയിൽ നിന്ന് ഒരു തരി താഴോട്ട് വരാൻ പറ്റില്ല. ഇവിടെ ഒരു റസൂലിനെയും ഒരു നബിയെയും അങ്ങോട്ട് അടുപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവദൂതനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധ്യാത്മിക ആചാര്യനെ നമുക്ക് വേണമെങ്കിൽ മനുഷ്യരിൽ ഉത്തമൻ എന്ന് പറയാം, ജീവികളിൽ ഉത്തമൻ എന്ന് പറയാം. പക്ഷേ ആ ഉത്തമന് ദൈവവുമായുള്ള ബന്ധമെന്താ? ദൈവത്തിന്റെ ഒരു സൃഷ്ടി, ദൈവത്തിന്റെ ഒരു വിധേയൻ. ദൈവം ഇതിനെല്ലാം പുറത്താണ്. ഈ പരിപൂർണമായ സൃഷ്ടിക്കും സൃഷ്ടിയുടെ എല്ലാ മേഖലകൾക്കും പുറത്താണത്. അത്രയ്ക്ക് വ്യത്യാസമുണ്ട് അതിന്. ദൈവത്തെക്കുറിച്ച് ഖുർആനിലൂടെ പറയുന്ന വചനങ്ങളിലൂടെ പോയാൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വീണ്ടും ഞാൻ പറയട്ടെ, ദൈവത്തെ അറിയുകയാണ് വേണ്ടത്, സത്യത്തിൽ വിശ്വസിക്കുകയല്ല വേണ്ടത്. ഞാൻ തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ്. ആ അറിവിന്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട കരുക്കളാണ് സൃഷ്ടികളല്ല. സൃഷ്ടാവ് കരുവല്ല.
ആ സൃഷ്ടാവിലേക്ക് എത്താനുള്ള മാർഗത്തിലെ കരുക്കളാണ് ആര്? ഈ സൃഷ്ടികളെല്ലാം. ഞാൻ ചോദിക്കട്ടെ, ദൈവദൂതൻ ഇതിലേതിൽ പെടും? കരുവിൽ പെടുവോ മറ്റതിൽ പെടുവോ? ഒരു ചെറിയ പേടിയുണ്ട് ഉത്തരം പറയാനല്ലേ? കാരണം ഇന്നും ദൈവത്തെ കുറിച്ച് വേണ്ട രീതിയിൽ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. സംശയം വേണ്ട, പരിപൂർണമായും എത്ര വലിയ ആചാര്യനായാലും ഏത് ദൈവദൂതനായാലും ദൈവത്തിന്റെ മാർഗത്തിലുള്ള കരു മാത്രമാണത്. ദൈവത്തിന്റെ മാർഗത്തിലുള്ള വഴികാട്ടി മാത്രമാണത്. അത് ഗ്രന്ഥമായാലും മനുഷ്യനായാലും. എന്നാൽ ദൈവമോ? അതാണ് വ്യത്യാസം. വലിയ ഒരു അന്തരമുണ്ട്. വലിയ എന്ന വാക്കിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അന്തരമുണ്ട് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ. എന്നാൽ അറിയാതെ പലരും ഈ ദൈവദൂതന്മാരെ ദിവ്യത്വത്തിന്റെ ഒരു അംശത്തിലേക്കെങ്കിലും എത്തിച്ചു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത്. ഒരു ക്രിസ്തീയ കഥ. ഒരാളൊരു കുതിരയെ വാങ്ങി. ആ കുതിരയെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ വിറ്റയാൾ പറഞ്ഞു, ഈ കുതിരയെ ദൈവദൂതൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്താ അനുഗ്രഹിച്ച്? ഇതിനോട് ആമേൻ എന്ന് പറഞ്ഞാൽ ഇത് നിൽക്കും, സ്തുതി എന്ന് പറഞ്ഞാൽ ഇത് ഓടും, അഥവാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇത് ഓടും, ആമീൻ എന്ന് പറഞ്ഞാൽ ഇത് നിൽക്കും. ഈ മനുഷ്യൻ കുതിരയും വാങ്ങി പിറ്റേ ദിവസം കയറുമ്പോൾ ഇയാൾക്ക് ഈ രണ്ട് വാക്കും മറന്നുപോയി. ഇയാള് കുതിരപ്പുറത്ത് കയറി ആദ്യം ആമീൻ ഓർമ്മയുണ്ടായിരുന്നു, ഇത് ഓടി. ആദ്യം അൽഹംദുലില്ലാ പറഞ്ഞു. അതായത് കുതിര ഓടാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അറിയാതെ അൽഹംദുലില്ലാ പറഞ്ഞല്ലോ. കുതിരപ്പുറത്ത് കയറിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു, കുതിര ഓടി. ഇയാൾക്ക് കുതിര ഓടിക്കാൻ അറിയില്ല, തിരിക്കാൻ അറിയില്ല, വളയ്ക്കാൻ അറിയില്ല. ഇത് അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ച് വിറച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞു, നിക്ക് കുതിരെ, ഞാൻ വീണു. പേടിച്ച് കരയാൻ തുടങ്ങി. എല്ലാ ദൈവത്തെയും വിളിച്ചു. ഈ കുതിര നിൽക്കുവോ? നിൽക്കില്ല. എങ്ങനെയും നിൽക്കുന്നില്ല. അവസാനം ആ ഒരു വലിയ ഗർത്തത്തിന്റെ നേരെ കുതിര ഓടിക്കൊണ്ടിരിക്കുകയാണ്. പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് ഇയാൾക്ക് ഓർമ്മ വന്നു, ആമീൻ പറഞ്ഞ ഇത് നിൽക്കും. അതിന്റെ അടുത്തെത്തിയപ്പോ ഇയാൾ പറഞ്ഞു, ആമീൻ, ഇത് നിന്ന് കഴിഞ്ഞ ഇയാൾ എന്ത് പറയും? അൽഹംദുലില്ലാ. ഒറ്റ ചാട്ടം കുതിര. ഇയാൾ ആശ്രയിച്ചത് ഈ കുതിരയാകുന്ന ദിവ്യത്വത്തിനെയാണ്. ആ ദിവ്യത്വത്തിന് പരിമിതികളുണ്ട്. അതിന് പരിശീലിപ്പിക്കപ്പെട്ട ഒരു പരിമിതിയുണ്ട്. ദൈവത്തിന് അതില്ല. ഈ ദൈവദൂതന് പോലുമുണ്ട് ഈ പരിമിതി. ഈ പരിമിതി മനസ്സിലാക്കണം. ആ പരിമിതി മനസ്സിലാക്കാതെ ദൈവത്തിന്റെ അടുത്തേക്ക് എന്തിനെങ്കിലും എത്തിക്കാൻ മനസ്സുകൊണ്ടെങ്കിലും ചിന്തിച്ചു പോയാൽ അത് ശിർക്കാണ്. ദൈവത്തെ അറിയുക മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഈ ചർച്ചയുടെ മാർഗത്തിൽ നമുക്ക് ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഖുർആനുമായുള്ള ബന്ധം ശിർക്കായി മാറാറുണ്ട്. ചിലപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഖുർആനുമായുള്ള ബന്ധം ശിർക്കായി മാറാറുണ്ട് ചിലപ്പോൾ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരും. വിധിവിശ്വാസം, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. നമുക്ക് ധാരാളം ചർച്ച ചെയ്യേണ്ടി വരും. ഞാനൊന്ന് പറയട്ടെ. ഒരു ജിജ്ഞാസുവിനെ സ്ഥൈര്യമാണ് ജ്ഞാനിയാക്കുന്നത് എന്നൊരു ചൊല്ലുണ്ട്. അറിവ് ഉള്ളവനെയാണ് നമ്മൾ ജ്ഞാനി എന്ന് പറയുക. അറിവുള്ളവനായി മാറണമെങ്കിൽ 2 ക്വാളിറ്റി മനുഷ്യനുണ്ടാവണം. 2 ക്വാളിറ്റി. ഒന്ന്, ജിജ്ഞാസ വേണം. ആദ്യം അറിയാനുള്ള ആഗ്രഹം. 2, സ്ഥൈര്യം വേണം. അറിയാനുള്ള ആഗ്രഹത്തിൽ സ്ഥൈര്യം വേണം. ഇന്നുണ്ടായാൽ പോരാ, നാളെ ഉണ്ടായാലും പോരാ, സ്ഥിരമായിട്ട് വേണം ആ ജിജ്ഞാസ. ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ 1 വർഷമോ കൊണ്ട് പൂർത്തിയായിന്ന് വരില്ല. പക്ഷെ ആ ജിജ്ഞാസ നിലനിർത്താൻ കഴിയണം. അപ്പൊ ജിജ്ഞാസയും സ്ഥൈര്യവും വേണം. മനസ്സിലാക്കണം. ജിജ്ഞാസയും സ്ഥൈര്യവും കൊണ്ടാണ് അറിവ് നേടുകയെങ്കിൽ ആ അറിവിലൂടെയാണ് ദൈവത്തിലേക്ക് എത്തുക. എന്നാൽ ദൈവമല്ലാത്ത ദിവ്യത്വത്തെ അംഗീകരിക്കുന്നവർക്ക് ഇത് രണ്ടും നഷ്ടപ്പെടും. ഒറ്റയടിക്ക് നഷ്ടപ്പെടും. നിങ്ങൾ വിശകലനം ചെയ്തു നോക്കോ. ദൈവമല്ലാത്ത ദിവ്യത്വത്തെ അംഗീകരിക്കുന്ന ഒരാളും ജിജ്ഞാസുവായിരിക്കില്ല. അയാൾക്ക് അതിനെക്കുറിച്ചല്ലാതെ വേറൊന്നും അറിയാൻ ആഗ്രഹമില്ല. ശരിയാണോ തെറ്റാണോ? വേറൊന്നും അറിയാൻ ആഗ്രഹമില്ല. അയാളുടെ ജിജ്ഞാസ അവസാനിച്ചു.
അയാളുടെ സ്ഥിരത അതിലാണ്. ജിജ്ഞാസ ഇല്ലായ്മയിലാണ് അയാളുടെ സ്ഥിരത. ദൈവത്തെ അറിയണമോ എങ്കിൽ ജിജ്ഞാസ വളർത്തണം, അറിയാനുള്ള ആഗ്രഹം വളർത്തണം. ആ അറിയാനുള്ള ആഗ്രഹത്തിൽ സ്ഥൈര്യവും ഉണ്ടാവണം. ആ സ്ഥൈര്യത്തിന്റെ മാർഗത്തിൽ എത്തുമ്പോ, ആ സ്ഥൈര്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോ ഒരു പക്ഷേ ഒരാളുടെയും സഹായമില്ലാതെ സത്യം കണ്ടെത്തും. ജിജ്ഞാസയുടെ പ്രത്യേകത തുറന്ന മനസ്സാണ്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ തന്നെ തുറന്ന മനസ്സാണ്. ലഭ്യമായ അറിവുകളെ മുഴുവൻ വിശകലനം ചെയ്ത് ഉൾക്കൊള്ളാനുള്ള മനസ്സിനെയാണ് ജിജ്ഞാസ എന്ന് പറയുക. കുട്ടികളുടെ മനസ്സിനെയാണ് ജിജ്ഞാസ എന്ന് പറയുക. സത്യത്തിൽ കൊച്ചുകുട്ടികളുടെ മനസ്സ്, തുറന്ന മനസ്സ്. ദൈവത്തെ അറിയണമെങ്കിൽ മനുഷ്യന്റെ പ്രകൃതി സ്വഭാവമായ കുട്ടിത്വത്തിലേക്ക് മടങ്ങണം. ആദ്യം മനുഷ്യന്റെ പ്രകൃതി സ്വഭാവമായ കുട്ടിത്വത്തിലേക്ക് മടങ്ങണം. ആ കുട്ടിത്വം ആജീവനാന്തം നിലനിർത്തണം. അപ്പോഴാണ് അറിവ് കിട്ടുക. ആ അറിവിലൂടെയാണ് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുക, തിരിച്ചറിയാൻ കഴിയുക, ദൈവത്തെ കണ്ടെത്താൻ കഴിയുക. അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആശംസിക്കാം ആ രണ്ട് ഗുണങ്ങളും നമുക്കുണ്ടാവട്ടെ എന്ന്. ബാക്കി ചർച്ചകൾ നമുക്ക് പിന്നെ തുടരാം. അസ്സലാമു അലൈക്കും.